بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. Brothers and sisters, ഇന്നത്തെ സർക്കിൾ ഓഫ് കെയർ സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഷെരീഫ് കല്ലടക്ക, സർക്കിൾ ഓഫ് കെയർ പാനൽ മെമ്പറാണ്. ഡോക്ടറെ കുറിച്ച് എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതാണ്, ബട്ട് എന്നാലും ഒന്ന് ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചു. ഡോക്ടർ മെൽബണിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലും UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ 20 വർഷത്തിലധികം പരിചയമുള്ള ഒരു GP അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണറാണ്. ഒരു GP എന്ന നിലയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ദീർഘകാല ആരോഗ്യ രോഗങ്ങളുടെ പരിപാലനവും ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള രോഗികളുമായി ഡോക്ടർ ഡീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിൽ ഖുർആനും സുന്നത്തും പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും സജീവമായ ഒരു ഗ്രൂപ്പിനെ നയിക്കുന്നു. ഖുർആൻ ആൻഡ് സുന്ന എന്ന പേരിലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കൂടാതെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സെഷനുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഷെരീഫ് കല്ലടക്ക എന്ന് തന്നെ യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രചോദനാത്മക പ്രഭാഷകനാണ്, സ്പീക്കറാണ്. മാഷാ അല്ലാ. ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കിയുള്ള ചിന്തകളും ആഴത്തിലുള്ള അഭിപ്രായങ്ങളും പങ്കുവെച്ച് ആളുകളെ ആകർഷിക്കാനുള്ള കഴിവിൽ ഈസ് വെരി ബ്ലെസ്ഡ്, അനുഗ്രഹീതനാണ്. മാഷാ അല്ലാ. അദ്ദേഹം സർക്കിൾ ഓഫ് കെയർ എന്ന ഞങ്ങളുടെ ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവിൻ്റെ പിന്നാമ്പുറ ശക്തിയും ആൻഡ് വാല്യുബിൾ, വിലമതിക്കാനാവാത്ത ഒരു അംഗവുമാണ്. അൽഹംദുലില്ലാ. നമുക്ക് മുന്നേ കുറേ സെഷൻസ് എടുത്ത് തന്നിട്ടുണ്ട് ഡോക്ടർ. സ്റ്റാർട്ട് ചെയ്ത സെഷൻ എംപതി ഇൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. പിന്നെ മൈൻഡ്ഫുൾനെസ്, ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചിട്ടൊരു ടോക്ക് തന്നിട്ടുണ്ട്. ടീനേജേഴ്സിന് ഇംഗ്ലീഷിൽ തക്വ ആൻഡ് മോഡസ്റ്റി ഫോർ ടീനേജേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആംഗർ മാനേജ്മെന്റ്, വെരി മച്ച് നീഡഡ് ടോപ്പിക്. അതിൻ്റെ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇന്ന് ഡോക്ടർ ഷെരീഫ് ഉണ്ട്. വെൽക്കമിങ് യു ഡോക്ടർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെരീഫ് ക. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا. Anyway, alhamdulillah, Allah subhanahu wa ta'ala kind of sarvasthudi. You made me very emotional. Anyway, done. Allah subhanahu wa ta'ala സ്വീകരിക്കട്ടെ. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയാ, അള്ളാഹു സുബ്ഹാനഹു വ തആല make us the obedient servant of him, consistently and continuously serving his deen. ആ ഒരു ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉപയോഗപ്പെടുത്തട്ടെ. Anyway, that was a heart touching introduction. Anyway, അള്ളാഹു സുബ്ഹാനഹു വ തആല സർക്കിൾ ഓഫ് കെയറിലൂടെയും ഖുർആൻ സുന്നയിലൂടെയും നമ്മൾ ഈ ഇത്തരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലും അവന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. ജസാക്കുമുല്ലാഹ് ഖൈറൻ ഫോർ സെറീന ഫോർ ദിസ് സജസ്റ്റിംഗ് ദിസ് ടോപ്പിക്, ആങ്കർ മാനേജ്മെന്റ്, ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ അതിനെ സംസാരിക്കുക എന്നുള്ളത്. കാരണം ഞാൻ ജനറൽ പ്രാക്ടീഷണർ ആണെന്ന് ഡാന പറഞ്ഞു. അപ്പോൾ ജനറൽ പ്രാക്ടീഷണർ എന്നുള്ള നിലക്ക് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് പേഷ്യൻസിനെ കാണുന്നുണ്ട്. അപ്പോൾ ആങ്സൈറ്റിൻ്റെയും ഡിപ്രഷൻ്റെയും ഭാഗമായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് ആങ്കർ അതിൻ്റെ ഒരു കമ്പോണൻ്റ് ആവുകയും, അപ്പോൾ അത് ആ ഒരു ആംഗിളിൽ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാനിവിടെ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്താണ് പഠിപ്പിച്ചു തരുന്നത്, എങ്ങനെയാണ് ഈ ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമ്മളെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പറഞ്ഞു തരാനും അത് ഞങ്ങൾക്കും എനിക്കും അത് ബെനിഫിറ്റ് ആകാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരട്ടെ നമുക്ക് എല്ലാവർക്കും. അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, 1 സെക്കൻഡ്. ഡാന, ഇത് കാണുന്നുണ്ടല്ലേ സ്ലൈഡ്? Yes. You can see that, but I'm unable to go to the next page. I will see why. Maybe I'll share it once more. 1 second. Right. Okay. Now, ഇപ്പൊ കാണാം അല്ലേ? ഓക്കെ അല്ലേ? Yes. ഡാന, ബ്യൂട്ടി. Now,
ഫസ്റ്റ് ഓഫ് ഓൾ, ആങ്കർ എന്ന് പറയുന്നത്, ദേഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ എല്ലാവരും ടച്ച് ചെയ്യുന്ന ഒരു ഇമോഷനാണ്. നമ്മളെല്ലാവരും ഈ ദേഷ്യം അനുഭവിക്കുകയും അതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് ചാടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവാം, ഉറപ്പായിട്ടുണ്ടാവാം. അത് നമ്മൾ വാക്കാലോ അല്ലെങ്കിൽ പ്രവർത്തിയാലോ ദേഷ്യം മൂലം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഇതിൽ ഗിൽട്ടി ഫീലിംഗ്, ഒരു ഗിൽട്ടി കോൺഷ്യസ്നെസ് പേര് നടക്കുന്ന ആൾക്കാരായിരിക്കാം നമ്മളൊക്കെ. അപ്പൊ ആരും ഇതിനെ ഒരു ഇമ്മ്യൂൺ അല്ല ഈ ഒരു വികാരത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്ട് വളരെ വളരെ റെലവെന്റ് ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ആ ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും, ഇത് ഈ ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷനിലൂടെ ഒരുത്തനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അതും കൂടി ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഇന്നത്തെ സ്പീച്ച് അല്ലെങ്കിൽ ഒരു ടോക്ക് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആങ്കറിനെ റെക്കഗ്നൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പൊ ബേസിക്കലി ഈ ഒരു സ്പെക്ട്രം, നിങ്ങൾ ഈ ഒരു പിക്ചർ കാണുകയാണെങ്കിൽ, ഇപ്പൊ ഒരു സെക്യുലർ രീതിയിലാണ് ഇവർ ഇത് ഇമോഷൻസിനെ ചാർട്ട് ചെയ്യുന്നതും. 32 ഇമോഷൻസ് ഉണ്ട് ഇതിൽ തന്നെ. അപ്പൊ ഇതിൽ അവർ ബേസിക് ആയിട്ട് പറയുന്നത് 4 ഫണ്ടമെന്റൽ ഇമോഷൻസ്. ഔട്ട് ഓഫ് ഓൾ ദീസ് ഇമോഷൻസ് യു ക്യാൻ, എന്താ പറയുക, നാരോ ഇറ്റ് ഡൗൺ ടു 4 ബേസിക് ഇമോഷൻസ്. അതിൽ പെട്ട ഒന്നാണ് ഈ ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്നത്. പിന്നെ പേടി, പിന്നെ സന്തോഷം, സങ്കടം. ഈ 4ആയിട്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നിങ്ങൾ ഈ ഞാൻ ആരോ ഇട്ട സംഭവം നോക്കിക്കഴിഞ്ഞാല് ഇതിൽ ഇവര് അതിനൊരു ആ രീതിയിൽ വരച്ചത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം അനോയൻസ് എന്ന് പറയും, അത് മൂത്തിട്ടാണ് ആങ്കർ ആവുന്നത്. പിന്നെയാണ് റേജ്, ഈ അറ്റത്ത് കിടക്കുന്നതാണ് റേജ്. എൻ്റെ കേഴ്സർ ഡാന കാണുന്നുണ്ടോ? അല്ല, ഞാനത് കുറച്ച് പോയിന്റർ ഓപ്ഷൻ, ക്യാൻ യു സീ മൈ പോയിന്റർ ഡാന? Yes, yes. ഓക്കെ. അനോയൻസ്, ഈ അനോയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷന്, ഒരു ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് ദൈനംദിന ജീവിതത്തിൽ രാവിലെ തുടങ്ങി കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതും മറ്റേ ജോലിക്ക് പോകുന്നതും ഡ്രൈവ് ചെയ്യുന്നത്, ഈ സമയത്തൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു തുടക്കമാണ്. അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയും അതിനുള്ള തക്കതായ പ്രതിവിധി ആ സമയത്ത് ചെയ്തില്ല എങ്കിൽ ഇറ്റ് വിൽ ലീഡ് ഇൻ ടു ദ സെക്കൻഡ് പാർട്ട് വിച്ച് ഈസ് ആങ്കർ, വേർ യു ലൂസ് യുവർ ഇൻസൈറ്റ്. എന്നിറങ്ങി നമുക്ക് ആ ഒരു ബോധം ആ സമയത്ത് നഷ്ടപ്പെടും. അതിനെ നമ്മൾ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്നാണ് പറയല്. അതായത് നമ്മൾ ഈ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഈ ബേസിക് ഫോർ ബ്രെയിനിന്റെ, പ്രിമിറ്റീവ് ബ്രെയിനിന്റെ ഭാഗമായിട്ടുണ്ട്. ആ അമിഗ്ഡലാണ് നമ്മളുടെ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് കിടക്കുന്നത്. അപ്പൊ ആങ്കറിന്റെ ആ ഒരു ഇമോഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ ഇറിറ്റേഷൻ മൂത്ത് ആങ്കർ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ദിസ് പാർട്ട് യു ക്യാൻ, ഇഫ് യു കൺസിഡർ ദിസ് ആസ് യുവർ ബ്രെയിൻ, all these fingers which is folded is considered as your forebrain, where your thinking, calculation, ആ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ നടക്കുന്ന അവിടെയാണ്. പക്ഷേ നമുക്ക് ആ ഒരു ആങ്കർ മോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. എന്നിട്ട് ദിസ് ഗൈ വിൽ ട്രിഗർ. സോ ദിസ് യുവർ അമിഗ്ഡല, where you are in a flight or fight mode, where you have to somehow defend yourself. അപ്പൊ അവിടെയാണ് നമ്മൾ ആ ബോധം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ വേണ്ടാത്തത് പറഞ്ഞു പോകുന്നത്, വേണ്ടാത്തത് ചെയ്തു പോകുന്നത് ദേഷ്യത്തിന്റെ പുറത്ത്. പിന്നീട് നമ്മൾ അത് കുറ്റബോധത്തോടെ റിഗ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവനെ ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഈ സംഭവത്തിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. കാരണം ഇതൊക്കെ അറിവാണ്. നോളേജ് ഈസ് പവർ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ച് പഠിച്ചു വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഇതിനെ പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് ഇത് പറഞ്ഞാൽ നിങ്ങളെ തലയിൽ കയറില്ല. എന്തിനാണ് ഞാൻ അത് പറയുന്നത് വെച്ചാൽ അതിനൊരു എക്സാമ്പിൾ ഞാൻ ഹദീസിൽ നിന്ന് കൊണ്ടുവരാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. അപ്പോൾ അതിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ബേസിക് ആയ കാര്യം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇൽമ് എന്ന് പറയുന്ന സംഭവം, നോളജ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഒന്ന് അക്വയർഡ് നോളജ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ആങ്കറിനെ കുറിച്ച്, ഈ ഒരു ടോക്കിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്കറിനെ കുറിച്ചിട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നതും അവരുടെ ആ ഒരു ടൈപ്സ് ഓഫ് ആങ്കറും അതിന്റെ ഡിഫറെന്റ് അപ്രോച്ചസ് ഒക്കെ പഠിച്ചിങ്ങനെ വരികയായിരുന്നു. ദാറ്റ്സ് ഓൾ ഇവിടുത്തെ സെക്യുലർ റിസർച്ചേഴ്സ് അവിടുത്തെ അവരുടെ സ്റ്റഡീസും മറ്റൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള, പഠിച്ചു വെച്ചിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് അക്വയർഡ് നോളജ്. But we, as Ummat of Rasulullah sallallahu alaihi wasallam, have been blessed with something called revealed knowledge, which has come all the way from Allah subhanahu wa ta'ala. നമ്മൾ ഈ പിടിക്കുന്ന ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ മറ്റേ അറ്റം നിൽക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. ആ ഖുർആന്റെ മറ്റേ അറ്റമുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ കലാമാണിത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റിവീൽ ചെയ്ത നോളേജ് ആണ് നമുക്ക് ആക്സസ് ഉള്ളത്. നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല ഇതൊക്കെ. ഈ എന്താ പറയാ, നമ്മളുടെ കയ്യിൽ കിട്ടിയ ഒരു പൂമാല നമ്മൾ അതിന്റെ വാല്യൂ പലപ്പോഴും നമ്മൾ വി അണ്ടർ എസ്റ്റിമേറ്റ്
the value and the status of us being the ummah of Rasulullah sallallahu alaihi wasallam, being the obedient servants of Allah subhanahu wa ta'ala. അപ്പൊ ആ ഒരർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ആ രീതിയിൽ നമ്മൾ കാണാനും ഇതാക്കാനും പറയുന്നത്. കാരണം ആ റിവീൽഡ് നോളേജിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ബേസിക് ഇമോഷൻ നമ്മളൊക്കെ സൃഷ്ടിച്ച് വിടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇമോഷനോട് കൂടിയാണ് സൃഷ്ടിച്ച് വിടുന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇമോഷനാണ്. അപ്പൊ ഫീലിംഗ് ആങ്കർ ഈസ് നോട്ട് റോങ്. അത് ഞാൻ അതിലേക്ക് വരാം. ഫീലിംഗ് ആംഗ്രി ഇസ് നോട്ട് റോങ് അറ്റ് ഓൾ. നമ്മൾ ഇന്ന് ഈ സെഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു ടേക്ക് ഹോം മെസ്സേജ് ആണ്, യു ക്യാൻ ഫീൽ ആംഗ്രി, നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. ദ ഓൺലി തിങ് ഈസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിനോട് പറഞ്ഞു ലാ തഗ്ളബ് എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ആയിട്ട് 3 പ്രാവശ്യം പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആങ്കറിനെ ഇത് ഫോളോ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ വേർബൽ ഓർ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ ഡോണ്ട് ഡു ദാറ്റ്. അഗ്രഷനിലേക്ക് പോവാതെ ഉണ്ടാക്കുക എന്നുള്ളത്. ദാറ്റ്സ് ഹൗ വി നീഡ് ടു ഹാൻഡിൽ ദിസ് ഇമോഷൻ, ബിക്കോസ് വി ഓൾ ഫെൽറ്റ് ദ ആങ്കർ. വി നോ ദാറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദേഷ്യം വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചിട്ടൊക്കെ ഇത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, they all felt angry. They all felt angry. Feeling angry is okay, my dear brothers and sisters. No problem with that. We need these things clarity ഓട് കൂടി നമുക്ക് കിട്ടണം. എന്നാലേ ഇതിൽ നമുക്ക് ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിവേ, ദിസ് പെർട്ടിക്കുലർ പേജ് ഈസ് ഫ്രം സൂറത്തുൽ ബഖറ, പേജ് നമ്പർ 5 എന്ന് തോന്നുന്നു. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രോട്ടോടൈപ്പായ, അതായത് ഈ പ്ലാനറ്റ് എർത്തിൽ നമ്മൾ ഇന്ന് 8 ബില്യണോളം ആൾക്കാരുള്ള മനുഷ്യ സമൂഹത്തെ, മനുഷ്യകുലത്തിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ വ്യക്തിയെ സൃഷ്ടിച്ച ഒരു ദിവസം അരങ്ങേറിയ സംഭവ വികാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്നാപ്ഷോട്ട് ആക്കിയിട്ട് എടുത്തിട്ട് ഈ ഒരു പേജിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറന്റെ തുടക്കത്തിൽ തന്നെ അത് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ പേജ് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ 1-2 പേരുകൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. ആദ്യമായിട്ട് ഇബ്ലീസ് എന്ന പേര് വിശുദ്ധ ഖുർആനിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ഒരു പേജിലാണ്. ഇബ്ലീസിനെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ. അതായത് സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാം ആദ്യത്തെ മനുഷ്യനും അവ്വ അലൈഹിസ്സലാം ആദ്യത്തെ മനുഷ്യ സ്ത്രീയും മനുഷ്യനും രണ്ടുപേരും അവര് സ്വർഗത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഷെയ്ത്താന് പോയിട്ട് അവരെ സ്ലിപ്പ് ചെയ്തു. അവിടുന്ന് അവർക്ക് ഒരു തെറ്റ്, അവരെ ടെംപ്റ്റേഷൻ. ഷെയ്ത്താൻ വർക്ക്സ് ബൈ പുട്ടിങ് ടെംപ്റ്റേഷൻസ്, ഓർ എന്താ പറയാ, ആ ഒരു വസ്വാസ് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, നിങ്ങൾ മാത്രമല്ല ഷെയ്ത്താന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇതാ ആദം എന്ന് പറയുന്ന എന്റെ ആദ്യത്തെ സൃഷ്ടി, മനുഷ്യ സൃഷ്ടി തന്നെ ഇത് അനുഭവിച്ചതാണ്. അതിന്റെ ഫലം അവർ അനുഭവിച്ചതാണ്. അപ്പോ എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഒരു കണ്ടീഷൻ ഇത് ധിക്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇറങ്ങിപ്പോകും ഇവിടുന്ന്, ബഅ്ളുക്കും ലിബഅ്ളിൻ അദുവ്വ്. ഇപ്പൊ ഈ അദുവ് അത് ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഈ അദുവൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡാന ഇപ്പൊ നമ്മളെ അറബിക് ടീച്ചറാണ്. ഐ ഹോപ്പ് യു ഓൾ ആർ ടേക്കിംഗ് അറബിക് ഗ്രാമർ വെരി സീരിയസ്ലി, ഖുറാനിക് അറബിക്, ബിക്കോസ് I cannot stress that enough. Alhamdulillah, may Allah subhanahu wa ta'ala accept it from Dana, how much she is doing for the community. Alhamdulillah. അപ്പോ അദുവ് എന്ന് പറഞ്ഞാല് ശത്രു എന്നാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ, ഒരു ശൈത്താനെ, ആ ഒരു കൂട്ടത്തെ അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾ അദുവായിട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഷെയ്ത്താൻ നിങ്ങളുടെ അദുവാണ്, അദുവൻ മുബീനാണ്, ക്ലിയർ എനിമിയാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ എനിമി ആയിട്ട് തന്നെ എടുക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ വി ഹാവ് ടു ബി വെരി ക്ലിയർ കട്ട്. ഞാൻ ഈ ആങ്കറിന്റെ ടോപ്പിക്കിൽ ഇത് കൊണ്ടുവരുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ ആസ് സച്ച് ഈസ് ഫൈൻ, നോ പ്രോബ്ലം. But the shayateen, the iblis and the shayateen, his armies, his children and grandchildren, creep through to your life, your nafs, through the anger എന്ന് പറയുന്ന ഒരു ഇമോഷനിലൂടെയാണ് ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേജിനെ കൊണ്ടുവരുന്നത്. നമുക്ക് ഇതിന്റെ ബേസിക്സ് അറിയുകയും ഇതിന്റെ ഫണ്ടമെന്റൽ എവിടെയാണ് ഇതിന്റെ ഇതുള്ളതെന്ന് അള്ളാഹുവിന്റെ റിവീൽഡ് നോളേജ് ആയ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അള്ളാഹു പറഞ്ഞു, അവൻ നിങ്ങളുടെ അദുവായിരിക്കും. നിങ്ങളുടെ ഭൂമിയിൽ കുറച്ച് ആൾക്കാർക്ക് എതിരെ അദുവായിരിക്കും. ഫിലാർലി മുസ്തഖറും മതാനിൽ, നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കോ, അവിടെ നിങ്ങൾക്ക് ഒരു നിശ്ചിത പരിധി വരെ നിങ്ങൾക്ക് അവിടെ മതാണ്ട്, പിന്നെ തിരിച്ച് എൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ വരുന്നത്. അപ്പോ എന്നിട്ട് അവസാനത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫതലഖ ആദം
received some words from Allah subhanahu wa ta'ala and he sought forgiveness and Allah പറഞ്ഞു ഞാൻ തവ്വാബാണ്, ഞാൻ റഹീമാണ്, ഞാൻ പുറത്ത് തരുന്നവനാണ്. പറയുന്നത് വെച്ചാല് ഈ ഒരു പേജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇബ്ലീസ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി ഈസ് എ റിയാലിറ്റി. നമുക്ക് ഇപ്പോൾ നമ്മൾ സെക്യുലർ ആൾക്കാർ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുറാനിലെ ദീനിലെ വിശ്വസിക്കാത്ത ആൾക്കാർ പറയും വാട്ട് ഇബ്ലീസ്, വി ഹാവൻ സീൻ ദം. അപ്പൊ ഇറ്റ്സ് നോട്ട് റെലവെന്റ് ടു ദം. ഫോർ ആസ് ഫാർ ആസ് അസ് പീപ്പിൾ ആർ കൺസേൺഡ് ഹു ബിലീവ് ഇൻ ദ അല്ലാഹു സുബ്ഹാനഹു വ തആല ആൻഡ് ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, വി ട്രസ്റ്റ് വാട്ട് അള്ളാഹ് സെഡ്. സോ ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടെന്ന് അള്ളാഹ് പറയുകയാണെങ്കിൽ ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്പർ 1. നമ്പർ 2, ഇവിടെ 2 സംഭവങ്ങളാണ് നടക്കുന്നത്. എന്തിനാണ് ഈ ഇബ്ലീസ് അബാ വസ്തക്ബറ എന്ന് പറഞ്ഞത്? ലിയാദമ ഫസ്ജദു ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ. അപ്പൊ അള്ളാഹ് പറയുന്ന അവൻ കിബർ കാണിച്ചു, ഇസ്തക്ബറ, കിബർ കാണിച്ച് അവൻ തിരിച്ചു നടന്നു. വായ്, എന്തിനാണ് അവൻ കിബർ കാണിച്ച് നടന്നതും സുജൂദ് ചെയ്യാത്തതും? അവനൊരു ഇമോഷൻ ട്രിഗർ ചെയ്തു അവിടെ. ആ ഇമോഷൻ എന്തായിരുന്നു? നമ്മൾ ഈ ബേസിക് 4 ഇമോഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവൻ സന്തോഷം കൊണ്ടോ സാഡ്നെസ് കൊണ്ടോ പേടി കൊണ്ടോ അല്ല, ഈ ഫെൽറ്റ് ദ ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ ആൻഡ് ഈ ആക്റ്റഡ് അപ്പോൺ ഇറ്റ് ആൻഡ് ഈ ഫൈനലി വാട്ട് ഹാപ്പൻഡ് വാസ് ബിക്കോസ് ഓഫ് ഹിസ് ആക്ഷൻ വിച്ച് ഈസ് അബാവസ്തക്ബറ. അവൻ കിബർ കാണിച്ച് തിരിഞ്ഞു നടന്നു അള്ളാഹുവിനെ ധിക്കരിച്ചു. അതിന്റെ പേരിൽ എന്താ കാലാകാലം നിലനിൽക്കുന്ന നരകത്തിലേക്കാണ് അവൻ എത്തിപ്പെടുന്നത്. അന്ന് വരെ അള്ളാഹുവിനെ സുബ്ഹാനഹു തആലനെ മാത്രം ആരാധിക്കുകയും വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള വർഷിപ്പർ ആയിരുന്ന ഒരു എൻറ്റിറ്റിന്റെ അവസ്ഥയാണ് അള്ളാഹു സുബ്ഹാനഹു തആല വരച്ച് കാണിക്കുന്നത്. എന്തിന്റെ പേരിൽ? ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ. എങ്ങനെയാണ് അവന് ദേഷ്യം വന്നത്? അസൂയന്റെ പുറത്ത്. ജലസി ഈസ് അനദർ ഇമോഷൻ വിച്ച് ട്രിഗർഡ് ഹിം ടു ഫീൽ ദാറ്റ് ആങ്കർ ആൻഡ് ഹി ended up. ബട്ട് ദ പ്രോബ്ലം ഈസ് അവൻ ഒരു ചാലഞ്ച് ചെയ്തിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നത്, വിച്ച് ഈസ് ഞാൻ ആദം സന്തതികളെ മൊത്തം ഞാൻ വഴി തെറ്റിക്കും, മിക്ക ആൾക്കാരും നിനക്ക് നന്ദി കെട്ടവരെ കൊണ്ടല്ലാതെ കാണാൻ പറ്റില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ പറയുന്നത്. അതായത് അവരെ ഷക്കൂറായിട്ട് അല്ലെങ്കിൽ നന്ദിയുള്ളവരായിട്ട് നിനക്ക് കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ ബേസിക്കലി ഞാൻ ആ ശുക്രിന്റെ ഭാഗത്തേക്കും കൂടി ഞാൻ അവസാനം വരാം. എനിവേ, അതേ സമയത്ത് ആദം അലൈഹിസ്സലാം എന്താണ് കാണിച്ചത് അവിടെ? എന്ത് ഇമോഷൻസ് ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുക? ഒബിയസ്ലി രണ്ടാളും അള്ളാഹുവിനെ ധിക്കരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആദം അലൈഹിസ്സലാം immediately went into an emotion of sadness. As a result, Allah had to give him some words to seek the forgiveness from Allah subhanahu wa ta'ala. We have to spell it out. Adam alayhi salam felt the sadness. That is the thing which he felt inside, but he didn't know what to say for that. And Allah taught him, Allah Rabbana zalamna anfusana wa illam taghfir lana wa tarhamna lanakunanna minal khasirin. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ പഠിപ്പിച്ച ആദം അലൈഹിസ്സലാം പറഞ്ഞു, യാ അല്ലാഹ്, ഞങ്ങളുടെ നഫ്സിനോട് തന്നെ ഞങ്ങൾ ദുൽമ കാണിച്ചു, നീ എങ്ങാനും ഞങ്ങൾക്ക് പുറത്ത് തരികയും തന്നില്ലെങ്കിൽ നിന്റെ റഹ്മത്ത്, അല്ലാഹു റബ്ബന വലംന അൻഫുസന ഫഇൻ തഗ്ഫിർ ലനാ തർഹംന, നീ ഞങ്ങൾക്ക് പുറത്ത് തരികയും നിന്റെ റഹ്മത്ത് ഞങ്ങളിലേക്ക് ചൊരിയുകയും ചെയ്തില്ല എങ്കിൽ യാ റബ്ബ് ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലായി പോകുമെന്ന് പറഞ്ഞിട്ടാണ്. ദാറ്റ് ഷോസ് ഇസ് ആ ഒരു സെന്റിമെന്റ് ഓഫ് സാഡ്നെസ് ആൻഡ് റിഗ്രറ്റ്. അപ്പൊ അതാണ് ഇവർ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. നമ്മളുടെ ഉള്ളിൽ ആദം അലൈഹിസ്സലാമിന്റെ ജൈനും ഈ ശൈത്താനിയത്തിന്റെ ഒരു അംശം, ഇത് രണ്ട് നമ്മളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ബി വെരി ക്ലിയർ ഓൺ ദിസ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. വി ഹാവ് ആദം അലൈഹിസ്സലാം കാണിച്ച ആ ഒരു വിനയവും ആ ഒരു ഗിൽറ്റി ഫീലിംഗും ആ ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ്സും ആ ഒരു ഈ പ്രിക്ക് ഉണ്ടല്ലോ, that is there within all of us, and we need to nurture that, and we need to suppress the shaitanic factor forces deep inside us which whispers to do bad things, to get angry and lash out of anger and all that. അപ്പൊ അതാണ് ഇതിന്റെ ബേസിക് സംഭവം. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലേക്ക് നമുക്ക് കടക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആങ്കർ, അതായത് നമ്മളൊരു ഇറിറ്റബിലിറ്റിയിൽ അനോയൻസിൽ തുടങ്ങിയിട്ട് ഈ ആങ്കറിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആ ഇൻസൈറ്റും ചിന്തിക്കാനുള്ള ബുദ്ധിയും ആ ഒരു ബോധവും നഷ്ടപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരൊറ്റ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഈ ഹദീസ് വരച്ച് കാണിക്കുന്നത്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് രണ്ട് ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രസൻസിൽ സംസാരിച്ച് തുടങ്ങി. അത് കുറച്ച് വാക്ക് തർക്കമായി. അത് തർക്കം മൂത്തിട്ട് ഒരാള് ദേഷ്യം പെടാൻ തുടങ്ങി. ആ ദേഷ്യം പെടാൻ തുടങ്ങിയത് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ മനുഷ്യന്റെ മുഖം ചോന്ന്, began to get angry and his face got red. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസാസിലുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ നോക്കിയിട്ട് പറഞ്ഞു, I know some words that if he says them now,
ഇറ്റ് വിൽ റിമൂവ് ദിസ് ഫ്രം ഹിം. ഏത് ഫ്രം ഹിം? അവന്റെ ആ മുഖത്തേക്ക് ആ ഇരച്ചു കയറുന്ന ആ ഒരു ദേഷ്യത്തിന്റെ ആ ഒരു വികാരം ഉണ്ടല്ലോ, അത് റസൂലുള്ള കാണുകയാണ്. റസൂലിന്റെ അതും പലതും കാണുന്നുണ്ട്. കാരണം റസൂലുള്ള ഗൈബ് കാണുന്നുണ്ട്, അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹ്ക്ക് ഇവന്റെ ശരീരത്തിലേക്ക് എന്താണ് ഇറങ്ങി വരുന്നതെന്ന് റസൂലുള്ള കാണുന്നുണ്ട്. അത് ഷെയ്ത്താനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പൊ അവൻ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റജീം അല്ലെങ്കിൽ എറിയപ്പെടുക, റജും അല്ലെങ്കിൽ എറിയുന്നതാണ്. ആ എറിയപ്പെട്ട അല്ലെങ്കിൽ എക്സ്പെൽ ആക്കപ്പെട്ട ഈ ഷെയ്ത്താനിനെ തൊട്ട് ഞാൻ അള്ളാഹുവിൽ അഭയം ചോദിക്കുന്നു എന്ന് പറയുന്ന നിമിഷം അവൻ കാമാവും, അവന്റെ കാര്യങ്ങളൊക്കെ ഒതുങ്ങുമെന്ന് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നു. അപ്പൊ അത് മറ്റേ ആള് പോയിട്ട് ആദ്യത്തെ ആളോട് പറഞ്ഞു, ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ പറയുന്നുണ്ട് എന്ന്. അപ്പൊ ആ മനുഷ്യൻ പറയുന്ന ഒരു ആൻസർ ഉണ്ട്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇപ്പൊ കോലർ റജുൽ, ആ മനുഷ്യൻ പറയുന്നത്, ആ മജ്നൂനൻ തറാനി, ഞാൻ എന്ത് എനിക്ക് വട്ടാന്നാണ് നീ വിചാരിക്കുന്നത്? എനിക്ക് എന്ത് വട്ടുണ്ട? ഇത് റസൂലുള്ളാന്റെ മുമ്പിൽ സേ ഫോർ എക്സാമ്പിൾ ഈ രണ്ടാൾക്കാർ റസൂലുള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും മുസ്ലിംസ് ആണ്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പുന്ന ആൾക്കാർ. ഈ മനുഷ്യൻ അറിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഈ പറയുന്നതെന്ന്. എന്നിട്ട് പോലും അവൻ ആ ഒരു ബോധം അവിടെ ഉദിക്കുന്നില്ല. ഇത് എനിക്ക് പറഞ്ഞു തരുന്നത് റസൂൽ അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ ദൂതനാണ് എനിക്ക് പറഞ്ഞു തരുന്നതെന്ന്. അപ്പൊ അവൻ അവിടെ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അവിടെ പറയേണ്ടതായിരുന്നു. പക്ഷെ അവൻ ഈ മെസ്സേജ് കൊണ്ടുവന്ന ആള്, അല്ലെങ്കിൽ അവന് ഇത് എത്തിച്ച ആള്, എനിക്കെന്ത് വട്ടുണ്ടാ, എനിക്കെന്ത് ഭ്രാന്തുണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ യു ജസ്റ്റ് ഇമാജിൻ ദ സിറ്റുവേഷൻ. വി മൈറ്റ് ഹാവ് ഡൺ ദ സെയിം തിങ്, ഓർ വി മൈറ്റ് ഹാവ് സീൻ പീപ്പിൾ ഡൂയിങ് ദ സെയിം തിങ്. അതായത് ഒരു ആങ്കർ, ഒരു ഫൈറ്റിംഗ് ആൾക്കാരുണ്ടാകുമ്പോൾ, ഉപദേശിക്കാൻ പോകുമ്പോൾ ആൾക്കാർക്ക് തിരിച്ചു കിട്ടുന്ന ആ ഒരു റെസ്പോൺസിലി ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. കാരണം അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവരുടെ തിങ്കിങ് ബ്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ് നോട്ട് എനിമോർ. ദേ ആർ ഓപ്പറേറ്റിംഗ് ഓൺ ദെയർ ബേസിക്, ആ പ്രിമിറ്റീവ് ബ്രെയിൻ ഉണ്ടല്ലോ, ആ ബ്രെയിനിലാണ് അവർ നിന്ന് കളിക്കുന്നത്. അല്ലെങ്കിൽ റസൂലുള്ളാനെ ഒരു പറഞ്ഞ ഒരു സന്ദേശത്തെ ഇദ്ദേഹം ആ ഒരു രീതിയിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം ആ സമയത്ത് he has been hijacked by the ഷെയ്ത്താൻ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പാക്കി തരട്ടെ. നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും, ഈ കേൾക്കുന്ന എല്ലാവരും നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. ദേഷ്യത്തിന്റെ ഐ പേഴ്സണലി, ഐ യൂസ് ടു ബി നോൺ ആസ് വെരി ഷോർട്ട് ടെമ്പേർഡ് person in my childhood and all that. Alhamdulillah, 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 Allah subhanahu wa ta'ala as Allah subhanahu wa ta'ala കാര്യങ്ങളെ എളുപ്പാക്കി തന്നു, കാര്യങ്ങളെ മനസ്സിലാക്കി തന്നു, അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് എത്തിച്ചെന്നുള്ള അത് നിലനിർത്തി തരട്ടെ അവസാന നിമിഷം വരെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Things are getting better. I'm not saying that I don't get angry anymore sometimes in the clinic. Sometimes some of the patients, you feel, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആങ്കർ നമുക്ക് വരുമ്പോൾ, ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ചിന്തിക്കണം, എന്താണ് എന്നെ ട്രിഗർ ചെയ്യുന്നത്. അപ്പൊ എന്നെ പലപ്പോഴും ട്രിഗർ ചെയ്യുന്നത് തിരക്കും പിന്നെ കോംപ്ലിക്കേറ്റഡ് പേഷ്യൻസും പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഐ ഫീൽ ദാറ്റ് ഇറിറ്റേഷൻ. ഐ ക്യാൻ ഫീൽ ദാറ്റ് കമ്മിങ്. ബട്ട് നൗ സിൻസ് വി നോ ഹൗ ടു പ്രിവെന്റ് ഇറ്റ്, വി ഡു ദാറ്റ് സ്ട്രാറ്റജീസ്. ആ സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് പതുക്കെ കടക്കാം ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് പേജ്. ഓക്കെ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഹദീസ്, ഇത് ഖുർആനാണ്, വിശുദ്ധ ഖുർആൻ. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വ ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഖുൻ ഫസ്തഈദ് ബില്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞു ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സമീഉം ബസീറുമായ അല്ലാഹ്, നമ്മൾ ഈ സംസാരിക്കുമ്പോഴും, നിങ്ങൾ ഈ ഇതിരുന്ന് കേൾക്കുമ്പോഴും, നമ്മൾ ഈ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹു ഒരേ സമയത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ആ അള്ളാഹ് പറയുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് ഒരു ശൈത്താൻ ഇങ്ങനെ ഈ വസ്വാസ് വന്നിട്ട് ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യുമല്ലോ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് തരും, പെർട്ടിക്കുലർലി ഇറിറ്റേഷൻ ആവുന്ന സമയത്ത് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അവന് കടന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹ് പറയുന്നത്, ആ ടെംപ്റ്റേഷൻ, നിങ്ങൾക്ക് ഈവിൽ ആയിട്ടുള്ള എന്ത് ടെംപ്റ്റേഷൻ നിങ്ങൾ വരുമ്പോഴും ഫസ്തഈദ് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇത് സീക്ക് റെഫ്യൂജ് എന്ന്. അതാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം അള്ളാഹ് പറയുന്നത് ഇന്നഹു ഹുവ, ഇന്നഹു ഹുവ. ഇവിടെ 3 സ്ട്രെസ് ആണ് അറബിക് ഗ്രാമർ പീപ്പിൾ. ഇന്ന മീൻസ് എംഫസിസ്, ഇന്നഹു ഇൻഡീഡ് ഹി, എന്നിട്ട് അള്ളാഹ് ഒന്നുകൂടി പറയുന്നത് ഇന്നഹു ഹുവ, തീർച്ചയായിട്ടും അവൻ അസ്സമിയുൽ അലീം, അവൻ കേൾക്കുകയും
അറിയുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിന്റെ കാവൽ നമുക്ക് എന്നും എന്നും ഉണ്ടാവട്ടെ. എല്ലാ ഓരോ നിമിഷങ്ങളും നമ്മളെ എല്ലാ ഇടപാടുകളും, നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഓരോ സമയത്തും ഓരോ മൊമെന്റിലും നമ്മൾ ആൾക്കാരുടെ ഇടപഴകുമ്പോൾ സെമിയും അല്ല അലീമുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ. പിശാചിന് കയറി വരാനുള്ള ഒരു 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 ഇതുപോലും ലൂപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൗ ബാക്ക് ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറയുന്നത്, ഈ നമ്മളിപ്പോ ഈ ഫോർ എക്സാമ്പിൾ ഈ രണ്ട് രീതിയിലാണ് ഈ ആങ്കറിനെ അപ്രോച്ച് ചെയ്യണം. നമ്മൾ ഒന്ന് ആ ഒരു ഇമോഷൻസിൽ അങ്ങനെ കത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ധാരണ നമുക്ക് വേണം. ആ ധാരണ ഉണ്ടെങ്കിലേ നമുക്ക് ആ സമയത്ത്, കാരണം ദേഷ്യം ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും ഉണ്ടാവാം. അതിന് ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട്. അത് ഞാൻ ഈ സ്ലൈഡ്സിന്റെ കുറെ അപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദേഷ്യം വരാം. നോർമൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു സമൂഹ ജീവിയാണല്ലോ. നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതും ഇതാക്കുന്നതൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ട്രിഗർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു സിറ്റുവേഷനിൽ എത്തും, നമുക്ക് ദേഷ്യം വരും. ആ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അദ്ദേഹത്തിന് ഈ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലിമു, ഞാൻ ഇത് ആങ്കറിന്റെ പാട്ടല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് പോയേക്കാം. അള്ളാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലിമു, ടീച്ച് ടീച്ച് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന എല്ലാ നോളേജ് അള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ബിലോവഡ് പ്രോഫറ്റ് 1400 years ago is encouraging people to learn. You learn, keep on learning. There is no uh, expiry date for learning. You can keep on learning in your fourth or fifth or sixth or seventh decades of life. You can continuously learn. എന്നിട്ട് അള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അലിമു വയസ്സിറു. വാട്ട് ഈസ് യസ്സിറു? മേക്ക് ഇറ്റ് ഈസി. ദിസ് ഈസ് ദ റഹ്മത്തുൽ ലിൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മേഴ്സി ആയിട്ട് അയച്ച ഒരു പ്രവാചകനാണ് ഇത്. ആ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മേക്ക് ഇറ്റ് ഈസി ഫോർ ദ പീപ്പിൾ. ഡോണ്ട് ബി വെരി റിജിഡ്. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ കുറച്ച് ദീന്റെ കാര്യത്തിൽ കുറച്ച് സീരിയസ് ആയിട്ട് വരുമ്പോൾ വി ബിക്കം വെരി ഇംപേഷ്യന്റ്. വി ബിക്കം വെരി ഇംപേഷ്യന്റ്. മറ്റുള്ളവർ, അതായത് 4 വർഷം മുമ്പ് നമ്മളൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ ഇതിലൊന്ന് ഉഷാറായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചെറിയ 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 സ്ലിപ്പ് ഓഫ് അല്ല, വി മേക്ക് എ വെരി ടഫ് ഫേസ്. ആങ്കർ, അതിലൂടെ ശൈത്താൻ വന്നിരിക്കുന്നത്. സോ മെനി പീപ്പിൾ ഗെറ്റ് ആംഗ്രി ഫോർ തിങ്സ് ലൈക്ക്, ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ഐഡിയൽ. ഐഡിയൽ അല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ബ്രദേഴ്സും സിസ്റ്ററും ചെയ്യുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട്. അവിടെ പലപ്പോഴും നമ്മൾ ഇക്മത്ത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അനുഭവിച്ചത് കൊണ്ട്, ഞാൻ കാണുന്നത് കൊണ്ട് പറയുന്നതാണ്. യസ്സിറു, ഇത് പറഞ്ഞു തരുന്നത് റസൂലുള്ളാഹാണ്, നമ്മുടെ നേതാവ് പറയുന്നതാണ്. നിങ്ങൾ പഠിപ്പിക്കൂ, എന്നിട്ട് കാര്യങ്ങളെ എളുപ്പമാക്കൂ. മേക്ക് ഇറ്റ് ഈസി. ബി ജെന്റിൽ, ബി കൈൻഡ്, ബി മെർസിഫുൾ. ദോസ് ഹു ഷോ മെർസി ടു ദ അതർ പീപ്പിൾ ഇൻ ദ എർത്ത്, ദ വൺ ഇൻ ദ ഹെവൻ വിൽ ഷോ മെർസി അപ്പോൺ ഹിം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എപ്പോഴും ആ ഒരു കമ്പാഷനേറ്റ് അപ്രോച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാണ്. എനിവേ, അതല്ല നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. ഇത് എന്നിട്ട് 3 പ്രാവശ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലിമു യസ്സിറു, പഠിപ്പിക്കൂ, എളുപ്പമാക്കുക കാര്യങ്ങളെ. എന്നിട്ട് രണ്ടാമത്തെ പാട്ടിൽ അതിൽ പറഞ്ഞു, വൈദാ ഗളിബ്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദേഷ്യം നിനക്ക് വരികയാണ് എങ്കിൽ ഫസ്കത്ത്. സക്കത്ത് എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റോപ്പ്, സൈലന്റ് എന്നാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, as simple as that guys, it's very easy. As soon as you feel that you are getting angry, അവൻ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ സമയത്ത് സ്റ്റോപ്പ് ആൻഡ് കീപ് സൈലന്റ്. കാരണം ആ സമയത്താണ് നമ്മൾ പലതും വിളിച്ചു പറയുന്നത്. പലതും വിളിച്ചു പറഞ്ഞ്, ഒന്നാമത് നമ്മളുടെ മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്, എന്തൊക്കെ വൃത്തികേടുകളാണ് നമ്മൾ പറഞ്ഞതെന്ന് അറിയാൻ പറ്റുന്നില്ല. അത് അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് നാളെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും, അപ്പൊ ഉത്തരം കൊടുക്കേണ്ടി വരും. രണ്ടാമത്തത്, കാര്യങ്ങൾ പറഞ്ഞിട്ട് ബന്ധങ്ങൾ, എത്രയോ ബന്ധങ്ങൾ ഈ ദേഷ്യത്തിന്റെ പേരിൽ ഇതായി പോകുന്നുണ്ട്. പർട്ടിക്കുലർലി വെൻ ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ ഫാമിലി ആൻഡ് ഓൾ ദാറ്റ്, അത് ട്രോമാസ് ആണ്. കാരണം ലാസ്റ്റ് ഫോർ ജനറേഷൻസ് ആ ഈഗോ ട്രിഗർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് ബെസ്റ്റ് ഓപ്ഷൻ ഈസ്, since our amygdala is triggered and all our forebrain is all on the deactivated mode, it's better to keep quiet until the forebrain comes back to its normal thing and start thinking again. Until then you stay silent. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ സയന്റിഫിക് ഇതായിട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ആ ഒരു ഡിഫറൻസ് എന്ന്. ഇഫ് യു റിമൈൻ സൈലന്റ് അറ്റ് ദാറ്റ് ടൈം, യു വിൽ നോട്ട് റിയാക്ട് ആൻഡ് സേ സംതിങ് unnecessary and destructive. You would rather wait for some time
ആൻഡ് ആഫ്റ്റർ ദാറ്റ് യുവർ ബ്രെയിൻ ഇസ് ബാക്ക് ഓൺ ആക്ഷൻ ആൻഡ് യു റെസ്പോണ്ട്. യു ഡോണ്ട്, എന്താ പറയുക, നമ്മൾ അങ്കർ അല്ലെങ്കിൽ നമ്മളോട് അനീതി കാണിച്ച ഒരു വ്യക്തിയെ നമ്മൾ ആ ഒരു അബ്യൂസ് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ബോട്ടിൽ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇതിനെ അഫർമേറ്റീവ് ആങ്കർ എന്നാണ് പറയുന്നത്. ഇതിനെ നമുക്ക് പ്രതികരിക്കാം, പക്ഷെ പ്രതികാരം പ്രതികരിക്കുന്നത് പറഞ്ഞാൽ പ്രതികാരമായി പോരുത്. ഇമ്മീഡിയറ്റ് ആയിട്ടല്ല ചെയ്യേണ്ടത്. കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊന്ന് തണുത്തതിന് ശേഷം യു ഹാവ് ടു സ്പീക്ക് ടു ദ അതർ പേഴ്സൺ സെയിങ് ദാറ്റ് ഹൗ മച്ച് ഇറ്റ് ഹാസ് ഹേർട്ട് യു ആൻഡ് വാട്ട് കുഡ് ഹാവ് ട്രിഗർഡ് ദാറ്റ് പേഴ്സൺസ് ദാറ്റ് ആംഗ്രി റിയാക്ഷൻ ഓർ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്. എവിടെയാണ് ആ കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പ് വന്നതെന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് റഹ്മത്തിന്റെ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. കാരണം യു ആർ ട്രൈങ് ടു ബിൽഡ് ദ ബ്രിഡ്ജ് ബാക്ക് with a brother or a sister who hurt you and you're taking that initiative to fix the problem. അപ്പൊ അവിടെയാണ് നമ്മളെ ഡിഫറൻസ്. യു ഷുഡ് നോട്ട് സപ്രസ് യുവർ ആങ്കർ ആൻഡ് ടേക്ക് ഓൾ ദ അബ്യൂസസ്. ദർ ഇസ് നോ നീഡ് ടു ഡു ദാറ്റ്. യു ക്യാൻ റെസ്പോണ്ട്, ബട്ട് ഗിവ് ഇറ്റ് സം ടൈം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഡോണ്ട് ഇമ്മീഡിയറ്റ്ലി സേ ഓർ ഡു സംതിങ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എളുപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, നൗ ലെറ്റ്സ് ഡു. ഇപ്പോൾ നമ്മൾ ഒരു അക്യൂട്ട് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ദേഷ്യം വരുന്ന ആ ഒരു മോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ കൺട്രോൾ വിടുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുന്നുണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കാര്യം ചെയ്യുക, വിച്ച് ഈസ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത് വെരി സിമ്പിൾ എന്ന് പറയുന്നത്, ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞ് അങ്ങോട്ട് പോകും. പക്ഷെ നമ്മൾ കാണാതെ ഒരു ലോകത്ത്, ഗൈബിന്റെ ലോകത്ത്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ലോകം അള്ളാഹാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ നമ്മൾ കാണാതെ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ലോകത്ത് ഇന്ന് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയിടുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ ഷയാത്തീനുകളെ അടിച്ച് ഓടിക്കുന്നുണ്ട്. എവിടുന്ന്? നമ്മളുടെ പ്രസൻസിൽ നിന്ന്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇത് പറയുമ്പോൾ നമ്മൾ വെറുതെ ലിപ് സർവീസ് ആയിട്ട് ഇതാക്കിയിട്ട് പറയരുത്. നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയണം, യാ റബ്ബ് യാ അല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കേസ് ചെയ്യപ്പെട്ട എറിയപ്പെട്ട ശൈത്താനിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്ന റബ്ബേ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏൽപ്പിക്കുന്ന ആ ദൗത്യം നിങ്ങൾ ആരെയാണ് ഏൽപ്പിക്കുന്നതിനുള്ള ബോധം കാരണം നമുക്ക് ഉണ്ടെങ്കിണ്ടല്ലോ, നമുക്ക് വേറെ ഒന്നും വേണ്ട. കാരണം രാജാതിരാജൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാലിക്കുൽ മുൽക്ക് ഈ ലോകത്ത് സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോകുന്ന എല്ലാവരും, ഈ ശൈത്താൻ ഉൾപ്പെടെയുള്ള എല്ലാവരും സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനോടാണ് നമ്മൾ പറയുന്നത്, യാ അല്ലാഹ് ഞാൻ നിന്നെ ഏൽപ്പിച്ചു ഈ സംഭവം, എനിക്ക് ജസ്റ്റ് ലീവ് ഇറ്റ് ഫോർ മീ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ദെൻ അള്ളാഹ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വേണം നിങ്ങൾ ഓരോ പ്രാവശ്യവും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ. ഒന്ന്. രണ്ടാമത്തെ സൈലൻസ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈലൻസ്, ജസ്റ്റ് കീപ് ക്വയറ്റ്. ഇറ്റ്സ് ഹാർഡ്, ബട്ട് പ്രാക്ടീസ് ഇറ്റ് ഇൻ ബിനൈൻ സിറ്റുവേഷൻസ്. ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളോടത്താണെങ്കിലും ഭാര്യനോടോ അല്ലെങ്കിൽ ഭർത്താവിനോടൊക്കെ നമുക്ക് ഒരു ചിലപ്പോൾ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാവില്ല. ആ സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ദെൻ ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ് ഫോർ യു ആൻഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിൽ ഹെൽപ്പ് യു ഇൻ ദാറ്റ് സിറ്റുവേഷൻ. അപ്പോ സൈലൻസ് ചെയ്യുക. ഇത് ആ സംസാരിക്കാനുള്ള ത്വര ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഇത് അടിച്ച്, കാരണം നമ്മൾ ഈഗോ ഹേർട്ട് ആയിട്ടാകുമ്പോൾ ഈ തിരിച്ച് കൊടുക്കാൻ എങ്ങനെയെങ്കിലും നമ്മൾ സെൽഫിനെ ഡിഫെൻഡ് ചെയ്യാണല്ലോ നോക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഈഗോനെ താഴ്ത്തി വെച്ചിട്ട് എളിമ എന്ന് പറയുന്ന, വിനയം എന്ന് പറയുന്ന ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് വേറെ ആരുടെ സേക്കിനല്ലെങ്കിലും അള്ളാഹുവിന്റെ സേക്കിന് വേണ്ടിയിട്ട്, ഫോർ ദ സേക്ക് ഓഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ബിക്കോസ് അള്ളാഹ് ഈസ് ആസ്കിങ് us ടു ഡു ദാറ്റ്. അപ്പൊ അള്ളാഹ് ഇത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഐ എം ഹേർട്ട്, ഐ എം ഫീലിംഗ് ഇൻസൾട്ടഡ്, ബട്ട് ഐ എം ഗിവിംഗ് അപ്പ് ഫോർ ദ സേക്ക് ഓഫ് യു യാ റബ്ബ് എന്ന് നിങ്ങൾ പറയുകയാണ് എങ്കിൽ, you just imagine how much Allah will love that attitude and what can Allah, what all things Allah can do for you to raise your honor. നിങ്ങളുടെ ദറജ ഈ ദുനിയാവിലും ആഖിറത്തിലും കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കാരണം നിങ്ങൾ ഭരം ഏൽപ്പിക്കുന്നത് അവനോടാണ്. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടുത്തത് മൂവ് അവേ. അതായത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, ആ ഒരു ഫ്രിക്ഷൻ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ജസ്റ്റ് കോൾ യു സലാമ, ജസ്റ്റ് നമ്മള് അവേ, ജസ്റ്റ് ആ ഒരു പൊസിഷൻ അങ്ങോട്ട് മാറിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുക. കാരണം നമ്മള് അങ്ങനെ ഒരു പൊസിഷൻ അങ്ങനെ നടന്നങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഫിസിയോളജി തന്നെ മാറാണ്. നമ്മൾ ഈ മൊത്തം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരുപാട് കെമിക്കൽസിന്റെ ഒരു കോമ്പിനേഷൻ ആണല്ലോ. അപ്പൊ സോ മെനി തിങ്സ് ഹാപ്പൻസ്. അപ്പൊ നമ്മൾ ആ ഒരു പൊസിഷൻ അങ്ങോട്ട് മാറുമ്പോൾ നമ്മുടെ ഫിസിയോളജി മാറുന്നുണ്ട്. നമ്മുടെ ആ ഒരു ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഒന്ന് കാം ഡൗൺ ആണ്. പിന്നെ നമ്മുടെ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഒന്ന് ട്രിഗർ ആകുന്നുണ്ട്. സോ യു ഫീൽ ദാറ്റ്, കാരണം യു ക്യാൻ ടേക്ക് സം ഡീപ് ബ്രെത്ത്സ് ആൻഡ് യുവർ ഹാർട്ട് റേറ്റ് കംസ് ഡൗൺ ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ ആ ഒരു
ഉം, ഒരു എന്താ പറയുക സന്ദിഗ്ധ അല്ലെങ്കിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പതുക്കെ ഒന്ന് അങ്ങോട്ട് മാറുക. എന്നിട്ട് പോയിട്ട് ഒന്നുകിൽ ഇരിക്കുക എവിടെയെങ്കിലും, അല്ലെങ്കിൽ കിടക്കുക. ഇത് കാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷർ ഒക്കെ ഒന്ന് ഇതായിട്ട് നമ്മളെ ആ ബോധം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മളെ ആ ഒരു ട്രിഗർ ക്ലോസ് ചെയ്ത് പ്രോപ്പർ പൊസിഷനിലേക്ക് വരാൻ വേണ്ടി. പിന്നെ ഉളു എടുക്കുക എന്നുള്ളത്, ഇത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു ഇതും ഇസ്ലാമിക വശവും നോക്കുന്നുണ്ട്, മറ്റേ സൈക്കോളജിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ആ നോക്കുമ്പോ ഒക്കെ ഞാൻ ഒരു ഇൻട്രീഗ്ഡ് ആയ, എനിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നിയ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, എനിക്കതൊരു ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാല്, ഈ ഇവരൊന്നും ഈ സൈക്കോളജിസ്റ്റുകളാണെങ്കിലും ഈ സ്റ്റഡീസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ വായിക്കുമ്പോൾ ഈ ഗോ ആൻഡ് വാഷ് യുവർ ഫേസ് എന്ന് പറഞ്ഞിട്ട് ആരും പറയുന്ന ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് ബേസിക്കലി ദാറ്റ്സ് അനദർ വേ ഓഫ് കാമിങ് യുവർ ദ ആക്ടിവേറ്റിംഗ് യുവർ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നമ്മളെ ശരീരം മൊത്തം തന്നെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ അഡ്രിനാലിനൊക്കെ പുഷ് ചെയ്ത് കോർട്ടിസോളും അഡ്രിനാലിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. കാം ഡൗൺ, ഇപ്പൊ വേഗസ് നെർവ് എന്നൊക്കെ പറയുന്നില്ല, നമ്മുടെ സ്റ്റൊമക്കിനും ബ്രെയിനും കണക്ട് ചെയ്യുന്നത്, അത് പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. അപ്പൊ ഈ ഒതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ദീർഘശ്വാസം എടുക്കുമ്പോൾ എല്ലാം വേഗസ് നെർവ് ആണ് സ്റ്റിമുലേറ്റ് ആകുന്നത്, പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആണ് സ്റ്റിമുലേറ്റ് ആകുന്നത്. വി ആർ കാമിങ് ഡൗൺ. അപ്പൊ ഒതുവിൽ ഇപ്പൊ നമ്മൾ ഒതു എടുക്കുന്നത് നമ്മൾ അതൊന്നും ഓർത്തിട്ടല്ല, അത് പാരസിമ്പത്തറ്റിക് ഇപ്പൊ ഞാൻ പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമ്മൾ ഒതു എടുക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലനെ ആരാധിക്കാനും ഖുർആൻ ഓതാനും നിസ്കരിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ നിയത്ത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ പിന്നിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറെ ഹിക്മത്തുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഇവരൊക്കെ പറയുമ്പോഴും ഈ സൈലന്റ് ആവാനും അങ്ങോട്ട് മാറി നിൽക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ പറയുമ്പോഴും ഈ വാഷിങ്ങിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വെള്ളം മുഖത്തേക്ക് ഒഴിക്കുന്ന ആ ഒരു കാര്യങ്ങളൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല. എത്തുമായിരിക്കാം, എത്താതിരിക്കാതെ അള്ളാഹു ആലം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൗ മൂവിങ് ഓൺ. Or you go for a long walk. You just to change a scenario, just burn your energy out and all that, or take a shower, long shower and all that. That is the one thing. പിന്നെ ഞാൻ ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് ഇതെന്ന് വെച്ചാല്, ഈ ഇസ്ലാമിക് 40 മിനിറ്റായി, നമുക്ക് കുറച്ച് ഒരു 10 മിനിറ്റും കൂടി പോവാം, നമുക്ക് എവിടെ വരെ എത്തുന്നു നോക്കാം ഇൻഷാ അള്ളാ. നമുക്ക് ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഈ ആങ്കറിന് രണ്ട് ഇതുണ്ട്. ഒന്ന്, ഇമ്മീഡിയറ്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ പെട്ടുപോയി ആ ഒരു സാഹചര്യത്തിൽ, അപ്പൊ അതിന്ന് എങ്ങനെ കഴിച്ചിലായി വരിക, ഊരി വരിക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ക്രോണിക് ആങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഫ്രസ്ട്രേഷൻ, നമ്മൾ ആരെങ്കിലും വെറുപ്പിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു, ഓണസ്റ്റ്ലി സിൻസിയർ, അതായത് തെറ്റ് മറ്റവന്റെ സൈഡിൽ തന്നെയാണ്, നമ്മൾ ശരിക്കും ഇൻസൾട്ട് ചെയ്യപ്പെട്ടുക തന്നെയാണ് എങ്കിലും, അപ്പൊ ആണ് എങ്കിൽ എന്താന്ന് വെച്ചാൽ ആ ഒരു പെയിന് നമ്മുടെ ഉള്ളിൽ അങ്ങനെ കിടക്കും. എന്നിട്ട് ഒരു അമർഷം, അത് കുറെ കാലങ്ങളോളം കിടക്കും. അങ്ങനെ ക്രോണിക് ആങ്കർ എന്നാണ് പറയുന്നത്. നമ്മൾ അത് നമ്മൾ അത് തിരുത്താൻ നിന്നില്ല, നമ്മളൊരു മുൻകൈ എടുത്തിട്ട് അതിനൊന്ന് സോൾവ് ചെയ്യാൻ നിൽക്കാത്തതിന്റെ പേരിൽ അത് ക്രോണിക് ആങ്കർ ആയിട്ട് അങ്ങനെ കിടക്കുമ്പോൾ അത് ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ശാരീരികമായിട്ട് അസുഖം എന്ന് വെച്ചാൽ ഈ നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയും. ആസ് എ റിസൾട്ട് ഓഫ് ക്രോണിക് ആങ്കർ യു ആർ കോൺസ്റ്റന്റ്ലി ഇൻ എ ഹൈ ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും ഒക്കെ കൂടിയിട്ട് യു ഡെവലപ്പ് കാർഡിയോവാസ്കുലർ കണ്ടീഷൻസ് ആണെങ്കിൽ ഡയബറ്റീസ് ആണെങ്കിൽ ഇതൊക്കെ തെളിയിക്കപ്പെട്ടതാണ്. സ്റ്റഡീസ് ഹാവ് പ്രൂവൻ ദാറ്റ് പീപ്പിൾ ഹാവ് സപ്രസ് ദെയർ ഇമോഷൻസ് ആൻഡ് വിത്ത് ആംഗ്രി കൈൻഡ് ഓഫ് സ്റ്റഫ് ആൻഡ് ഓൾ ദാറ്റ് ദേ ഡെവലപ്പ് ദീസ് കൈൻഡ് ഓഫ് കണ്ടീഷൻസ്. അപ്പൊ ഇവൻച്വലി അത് ഡിസ്ട്രക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഇസ്ലാമിക വശം എന്ന് പറയുന്നത് നമ്മൾ സബർ എടുക്കുക എന്നുള്ളതാണ്. കാരണം വി വിൽ ബി, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ല അതിൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുത്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അള്ളാഹുവാണ് ഏറ്റവും ജസ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ കണക്ഷന് നമ്മൾ എപ്പോഴും ഇത് റെഫർ ചെയ്യേണ്ടത് തിരിച്ച് അള്ളാഹുവിലേക്കാണ്. നമുക്ക് നീതി തരുന്നവൻ അള്ളാഹു മാത്രമാണ്. നമുക്ക് ഈ ഇതിനാലും ഒരു കോടതിയിലും നീതി എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ സബർ ആൻഡ് ദിക്ർ, നമുക്ക് ബേസിക്കലി വി വാണ്ട് ഗുഡ്നെസ് ഫോർ അസ് ആൻഡ് ഗുഡ്നെസ് ഫോർ എവ്രി വൺ അറൌണ്ട് അസ്. അപ്പൊ വി ടേക്ക് എ പേഷ്യൻസ്, ബിക്കോസ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അസ്ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഫസ്തഈനു ബിസ്സബ്രി വസ്സലാം. നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേടുക. എങ്ങനെ? ബിസ്സബ്രി വസ്സലാം, സബ്റും നിസ്കാരം, സബ്റും നിസ്കാരം, സബ്റും നിസ്കാരം, പേഷ്യൻസ് ആയിട്ട് അങ്ങനെ കൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. കാര്യങ്ങളൊക്കെ അള്ളാഹു തിരിച്ചു കൊണ്ടുവരും നമുക്ക് അനുകൂലമായി കൊണ്ട് തന്നെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ അക്യൂട്ട് ആങ്കർ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു സംഭവം, ആ സമയത്ത് നമ്മൾ പ്രതികരിക്കാതിരിക്കുകയും എന്താ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പറച്ചിൽ വാക്കോ പ്രവൃത്തിയോ ചെയ്യാതിരിക്കുകയും പിന്നീട് അത് നിലനിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സബർ എടുക്കുക, ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക, ശുക്ർ. അതായത് വെൻ സംതിങ് ഹാപ്പൻസ് ടു യു, യു തിങ്ക് അബൌട്ട്
what's good in your life? There are still so many good things happening in your life. Even though that particular moment or that particular day you felt like you have been humiliated, insulted, hurt, and all that, there are so many things you can be grateful for. അങ്ങനെ ചെയ്യുമ്പോൾ the mind which is grateful is always peaceful എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും അള്ളാഹുവിനോട് ശുക്ർ അൽഹംദുലില്ലാ യാ റബ്ബ് അൽഹംദുലില്ലാ 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 പറഞ്ഞുകൊണ്ട് പോയാൽ എന്താ സംഭവിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ലൈൻ ശക്കർത്തും അസീദന്നക്കും. തീർച്ചയായും നിങ്ങൾ ശുക്ർ കാണിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മകൾ ചൊരിഞ്ഞ് തരും, ഞാൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ പോകുന്നു. അത് ശുക്ർ ഓഫ് ആറ്റിറ്റ്യൂഡ് ഓഫ് ശുക്ർ. അത് വൺ ഈസ് തവക്കുൽ. See, the thing is, there are few things which are very complicated and you may not be able to handle it, but you will feel like you have been wronged. Then what you do is, Ya Rab, I'm leaving it to you. And I'm not keeping it any grudge or anything, but I've been hurt. Ya Rab, I'm leaving it up to you. I'm taking patience. And another thing which we need to do is, obviously, ഞാൻ ഇതിന്റെ മുമ്പ് ഈ forgive and make dua for the offender എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷെ ആ ബൗണ്ടറി ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഞാൻ അവസാനം എഴുതിയില്ലേ, forgive and make dua for the offender. That takes courage. It's not easy. കാരണം you've been insulted wrongly, unfairly, unjustly. You've been harmed and insulted and humiliated by someone, and I am asking you now to make dua for that person. Is it easy? It's not, but try doing it. And try doing it. Ya Allah, Allah maghfirlahu, Allah marhamu. Ya Allah, have mercy on him, forgive him. You do that. You do that, my dear brothers and sisters. It works. It works. I have tried it and it has done wonders in my life. Alhamdulillah Rabbil Alameen. You should train your mind. അതായത് നമ്മളെ കൽബ് എപ്പോഴും സലീമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, ഖിയാമത്ത് നാളില്, അന്ത്യനാളില് സലീമായ കൽബുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നവന് രക്ഷയുള്ളൂ. നമ്മൾ ഒരാളുടെ തൊട്ടും നമ്മൾ ഇൽ ഫീലിംഗ് പർട്ടിക്കുലർലി അത് നമ്മുടെ മുസ്ലിം ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആണെങ്കിൽ, അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റില്ലിനെ നീ മാറ്റി തരണേന്നാണ് ഞങ്ങളുടെ ബ്രദേഴ്സിനോട് സിസ്റ്റേഴ്സിനോട്. ദാറ്റ് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ഇൻ അവർ ലൈഫ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. It can be manageable, it can be achievable, we can do that, and basically it will give you so much of calmness in your life. Alhamdulillah. അപ്പൊ അതാണ്. അപ്പൊ ക്രോണിക് ആങ്കറിനെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് പറ്റിയ സംഭവം എന്ന് വെച്ചാൽ മേക്ക് ദുആ ഫോർ ദ വൺ ഹു റിയലി ഹേർട്ട് യു, ആൻഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ് വാച്ചിങ്. ഇത് ഞാൻ പറയുന്നത് എവിടുന്നാണ് ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫ്രണ്ട്, അദ്ദേഹത്തിന്റെ മകളെ ആയിഷ റളിയല്ലാഹു അൻഹനെ അന്യായമായിട്ട് അബ്യൂസ് ചെയ്തപ്പോൾ, ഒരു അബാധ പ്രചാരണം 1 മാസത്തോളം പറഞ്ഞു നടന്നപ്പോൾ ആ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹെൽപ്പ് ചെയ്തിരുന്ന കസിന്, സാമ്പത്തികമായിട്ട് സഹായിച്ചിരുന്ന കസിൻ വരെ ഉണ്ടായിരുന്നു അതിൽ. ആ കസിൻ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു അൻഹയെ ക്ലിയർ ചെയ്തു. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല റിവീൽഡ് വേഴ്സസ് ക്ലിയറിംഗ് അവർ മദർ, സെയിങ് ദാറ്റ് ഷി ഹാസ് ഡൺ എനിത്തിങ് റോങ് ആൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നിട്ട് ചെയ്തതെന്ന് വെച്ചാല്, you felt hurt, ഒരു ഫാദർ എന്നുള്ള നിലയ്ക്ക്, ഞാനിപ്പോ ഐ എം എ ഫാദർ ഓഫ് 2 girls, I can understand where he was coming from. He felt hurt and he didn't say anything. He said, I will not pay him anymore. He said, I've been paying him, I will not pay him. He didn't lash out at him, he did not go back shouting at him. He said, I will stop paying him, that's it, he doesn't deserve my money. Allah subhanahu wa ta'ala ആയത്ത് ഇറക്കുകയാണ്, don't you want Allah's forgiveness? If you want Allah's forgiveness, afu, forgive. എങ്ങനെ അഫുവായിട്ട് forgive ചെയ്ത്? അഫു എന്ന് പറഞ്ഞാൽ there should be no trace of ill feelings at all. ആ രീതിയിൽ forgive ചെയ്യണം. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ആ ആയത്തുകൾ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന പൈസ കൂട്ടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, അള്ളാഹ് ആഗ്രഹിക്കുന്നത് നമ്മളെ ഇത് ചെയ്യുന്നവരെ പോലും, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരെ പോലും പുറത്ത് കൊടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്, forgive and make dua for the offender. പിന്നെ ഓഫ് കോഴ്സ് ഗൈസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മോർണിംഗ് ആൻഡ് ഈവനിങ് അദ്കാർ എന്ന് പറയുന്ന ഒരു സംഭവം is so much protective. അപ്പൊ അതിൽ ഉള്ള ഒരു ഇതുവാണല്ലോ, ബിസ്മില്ലാ ലാ യദുറു മഅ ഇസ്മിഹി ഷൈ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അതായത് ബിസ്മി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്, ലാ യദുറു മഅ ഇസ്മിഹി, അള്ളാഹുവിന്റെ നാമത്തോടു കൂടി ഞാൻ ഇത് എന്താ പറയാ, ലാ യദുറു മഅ ഇസ്മിഹി ഷൈ ഫിൽ അർദി വലാ ഫിസ് സമാ, ഭൂമിയിലും ആകാശ ലോകത്തുള്ള ഒന്നിനും
എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, ബിസ്മില്ല ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്, ഓ സെമിയുൽ അലീം, ഓ സെമിയുൻ അലീം, അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് എ ദുആ. ഇറ്റ്സ് എ സിമ്പിൾ വൺ ലൈനർ. വി ക്യാൻ ഓൾ മെമ്മറൈസ് ആൻഡ് പ്രാക്ടീസ്. യു സേ ദാറ്റ്. ഇഫ് യു സേ ഇറ്റ് on that whole day, there is an invisible protection layer around you, which has been arranged by the one which we haven't seen yet. May Allah subhanahu wa ta'ala make it possible to look at him on the day of judgment. Amin. With pleasure. Amin ya Rabbil Alamin. അപ്പൊ നമ്മൾ കാണാതെ റബ്ബ് നമുക്ക് വേണ്ടിയിട്ട് വലയം സൃഷ്ടിക്കുന്നുണ്ട്, ആ ഒരു പ്രൊട്ടക്ഷൻ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ സിമ്പിൾ തിങ്സ്. ഹൗ ലോങ് ഇറ്റ് ടേക്സ്? കപ്പിൾ ഓഫ് സെക്കൻഡ്സ്, 5 seconds മാക്സിമം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് പറയാ. ലിപ് സർവീസ് എങ്ങനെയെങ്കിലോ അദ്കാർ, മോർണിംഗ് അദ്കാർ, ഇപ്പൊ മുസ്ലിമിൽ പോയിട്ട് ഇതൊക്കെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകുന്നതിന് പകരം put your heart and soul into that. എന്താണ് ഈ പറയുന്നത് പറഞ്ഞിട്ട് ആ മൈൻഡ്ഫുള്ളോട് കൂടി കുറച്ച് ദുആ ആണെങ്കിലും കുഴപ്പമില്ല, ആ പറയുന്ന ദുആകൾ മനസ്സിരുത്തിയിട്ട് ചെയ്താൽ അൽഹംദുലില്ലാ അതിനേക്കാളും വലിയ പ്രൊട്ടക്ഷന് നമുക്ക് ഒരു കൗൺസിലേഴ്സിന്റെ അടുത്തുനിന്നും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തുനിന്നും കിട്ടാനില്ല. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വേണം നമ്മൾ ഈ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യാൻ വേണം ചെയ്യേണ്ടത് എന്ന് എന്നെയും നിങ്ങൾ എല്ലാവരും ഞാൻ ഓർമ്മപ്പെടുത്താണ് ഇൻഷാ അല്ലാ. അപ്പൊ ഡാന, നമ്മള് 50 minutes ആണ് ഇപ്പൊ സംസാരിച്ചത്. വാട്ട് ആർ വി ഗോയിങ് ടു ഡു നൗ? മേ ബി അനദർ 5-10 minutes തന്നാൽ ഞാൻ ഈ ഒരു സ്ലൈഡ് വരെ എത്തിച്ചിട്ട് നിർത്താം ഇൻഷാ അല്ലാ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ എന്തൊരു ടൈം ചെയ്യാന്ന് വിചാരിക്കുന്നു. വാട്ട്സ് യുവർ തോട്ട് ഡാന? ഇൻഷാ അല്ലാ. I think so, inshallah, ഷെരീഫിക്ക. ഒരു 10 minutes കൊണ്ട് തീർത്തിട്ട് ഓക്കെ, and then we can do a next session, inshallah, later. ഇൻഷാല്ല ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു 5 minute അവിടെ കൊടുക്കാന്ന് വിചാരിക്കുന്നു ഞാൻ ഇൻഷാല്ല. റൈറ്റ്, ഓക്കെ, ഇവിടെ വരെ നിന്നല്ലേ നമ്മള്. ഓക്കെ, നർച്ചർ തഖ്വ, സൂറത്ത് ആൽ ഇംറാൻ. ബിസ്മില്ലാ. ഓക്കെ, നമ്മള് ബേസിക്കലി ഇത് നമ്മള് ഒക്കെ ഈ ഒരു പർട്ടിക്കുലർലി ടീനേജ് ചിൽഡ്രൻസ് ഉള്ള വീട്ടിലെ പേരൻസ് എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ, കാരണം വി ഹാവ് ടീനേജ് ചിൽഡ്രൻ, സോ ഐ നോ വെർ ഐ എം കമ്മിങ് ഫ്രം. അപ്പൊ അവരർത്ഥത്തിൽ, കാരണം ദേ ആർ ഗോയിങ് ത്രൂ ദെയർ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആൻഡ് ഇമോഷണൽ തിങ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ സംടൈംസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കും നമ്മളെ മക്കൾക്കും നമ്മൾ ഇടപഴകുന്ന എല്ലാവർക്കും. അപ്പോൾ ബേസിക്കലി ഇതിനൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ തഖ്വ വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അള്ളാഹുവിലുള്ള ആ ഒരു തഖ്വ ഉണ്ടല്ലോ, അത് കൂട്ടിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാണ് ഞാൻ അവിടെ സൂറത്ത് ആൽ ഇംറാന്റെ ഒരു ഇത് കൊണ്ടുവന്നത്. ഇതിന്റെ ഒരു വൃത്തിയിൽ വിസ്തരിച്ചിട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സമയം 50 minute ഞങ്ങൾ ഇത് കേട്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. നോർമൽ അറ്റൻഷൻ സ്പാൻ 20 minute എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾ വലിച്ചു കൊണ്ടുവന്ന് 50 minute വരെ ഇരുത്തിയിട്ടുണ്ട്. എത്ര പേര് ഇവിടെ കേട്ടോണ്ടുണ്ട് എന്ന് എനിക്ക് 72 പേര്. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബ്ലെസ് യുവർ ടൈം മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്ത സമയമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിയായ ഒരു എന്താ പറയാ, നാളെ അള്ളാഹിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഇത് കാണട്ടെ നിങ്ങൾക്ക് ഒരു ഒരു കെൻസായിട്ട്, ഒരു ട്രഷറായിട്ട്. അൽഹംദുലില്ലാ. Okay, thank you all 72 people. Alhamdulillah. So I'll keep going. Basically, ഇത് സൂറത്ത് ആൽ ഇംറാൻ ആണ്. ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വസാരിഉ അഊസുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഗായ്സ്, റഷ് എന്തിന് റഷ്? അല്ല, ഇല മഗ്ഫിറത്തി, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിന്റെ ഫൊർഗീവ്നെസ്സിലേക്കും അള്ളാഹുവിന്റെ ജന്നത്തിലേക്കും നിങ്ങൾ റഷ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ജന്നത്ത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ വിസ്തീർണം അല്ലെങ്കിൽ അതിന്റെ ഇത് ബ്രെത്ത് എങ്ങനെയാന്ന് വെച്ചാൽ അതിന് എത്രമാത്രം ഇതുണ്ട് തന്നെ, വാസ്റ്റ്നെസ്. സമാവാത്തും അർന്നും, ഭൂമിയും ആകാശ ലോകങ്ങൾ മൊത്തം വരുത്തി വെച്ചതുപോലെയാണ് ആ ജന്നാത്ത്. അത്രമാത്രം എക്സ്റ്റെൻഡ് ആണ് അത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒയ്ദത്ത് അല്ലെങ്കിൽ ഓൾറെഡി ബീൻ പ്രിപ്പയർഡ് ലിൽ മുത്തഖീൻ, തഖ്വ ഉള്ളവർക്കാണ് അത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് നെക്സ്റ്റ് ആയത്തിൽ സൂറത്ത് ആൽ ഇംറാനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആരാണ് ഈ തഖ്വ ഉള്ള ആൾക്കാർ? അല്ലദീന യുൻഫിഖൂന ഫി സറായി വല്ലറായി, അവർ ചെലവഴിക്കും. അവർ കുടുംബത്തിലാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഒക്കെ, പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും അവർ ചെലവഴിച്ചു കൊടുക്കും. എങ്ങനെ? ഫി സറായി വല്ലറായി, സീക്രട്ട് ആയിട്ടും കൊടുക്കും, ഓപ്പൺ ആയിട്ടും കൊടുക്കും. ദേ വിൽ ബി ജനറസ്. പ്ലസ് വൽ ഖാലിമീനൽ ഗൈദ്, അവര് ആങ്കർ, ഗൈദ് എന്നല്ലെങ്കിൽ ദേഷ്യം എന്നാണ് നമ്മളുടെ ടോപ്പിക് ഇന്നത്തെ. ഇവർ ഈ തഖ്വയുള്ള ആൾക്കാർ ഖാലിമീന, അവര് സ്വാലോ ചെയ്യും, അവര് റിസ്ട്രെയിൻ, സ്വാലോ അല്ല റിസ്ട്രെയിൻ ആങ്കർ, അവർ ആ ആങ്കറിൽ ആക്ട് ഔട്ട് ചെയ്യൂല എന്ന്.
അവർക്ക് ദേഷ്യം വരില്ല എന്ന് അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് പറയുന്നത്. ഇതാണ് എൻ്റെ ഇന്നത്തെ ടേക്ക് ഹോം മെസ്സേജ്. കാരണം നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്, നമുക്കൊക്കെ ദേഷ്യം വരുന്നതാണ്. ആ ദേഷ്യം വന്നതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദേഷ്യം വരുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ഫിസിയോളജിക്കൽ സംഭവമാണ്. പക്ഷെ അള്ളാഹ് പറയുന്നത് അത് കൺട്രോൾ ചെയ്യുന്നവന് ആണ് ഈ തഖ്വയുള്ള ആൾക്കാർ. മാത്രമല്ല, ഞാൻ ഈ ഗ്രീൻ ആയിട്ട് ഇവിടെ വെച്ചില്ല, വലാഫീന അനിന്നാസ്. ആഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നല്ലോ, ആഫു എന്ന് പറഞ്ഞാൽ ഫൊർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഫൊർഗീവ് ചെയ്യുക? ഒന്നും മനസ്സിൽ വെക്കാണ്ട് കംപ്ലീറ്റ് ട്രേസ് ഇല്ലാണ്ട് ഫൊർഗീവ് ചെയ്യുക. ഈ തക്കുള്ള ആൾക്കാർ ദേഷ്യം കൺട്രോൾ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അവര് അനിന്നാസ്, ഈ നാസ് എന്ന് പറയുന്നത് മനുഷ്യൻ എന്നതാണ്. അല്ല, അവിടെ അനിൽ മുഅ്മിനീൻ എന്നല്ല അവിടെ പറയുന്നത്. അതായത് ഈ മനുഷ്യന്മാർ തക്കുവയുള്ളവര് അവരുടെ ഇസ്ലാമിലുള്ള ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും അവര് ഇതാക്കി കൊടുക്കും, പുറത്തു കൊടുക്കുന്നല്ല. ജനങ്ങളെ മൊത്തം, അത് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് മുസ്ലിംസ് ആവാം ആരും ആവാം. അള്ളാഹ് പറയുന്ന ഈ തക്കുവയുള്ളവന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മറ്റ് ജീവജാലങ്ങളോട്, അത് ജീവനുള്ള ഏത് മനുഷ്യനോടും, മനുഷ്യ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ, ഇവര് ആഫീന, അവർ ഭയങ്കര ഫൊർഗിവിങ് ആയിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് അള്ളാഹ് പറയുന്നത് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ ഹുബ് എന്ന് പറയുന്നത് ലവ് ആണ്. ഹുബ് ഇസ് ലവ്. അള്ളാഹ് പറയുന്നത് അള്ളാഹ് ലവ്സ് സച്ച് പീപ്പിൾ. ഈ ഇഹ്സാൻ, മുഹ്സിൻ എന്ന് പറയുന്ന ഇഹ്സാൻ, ഈ പെർഫെക്ഷൻ, അതായത് ഭയങ്കര എന്താ പറയാ, ഇഹ്സാനോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പൊ നമ്മളൊക്കെ ഇത് ചെയ്യുന്നത് അള്ളാഹിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ അള്ളാഹിന്റെ പ്രീതി കിട്ടണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മള് ആൾക്കാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ദേഷ്യം പിടിച്ചു നിർത്തി കൺട്രോൾ ചെയ്യുക, എന്നിട്ട് ആൾക്കാർക്ക് പുറത്തു കൊടുക്കുക. എന്നിട്ട് വല്ലദീന, ഇത് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ഡാനോട് ഞാൻ ഇത് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറ്റിയതാണ് ഇത്. കാരണം ഈ ആയത്തും കൂടി എനിക്ക് ഇതിൽ പറയണമെന്നുണ്ട്. ഇതിന്റെ തൊട്ട് അടുത്ത ആയത്താണ്. വല്ലദീന, അവരാകുന്നു ഇതാ ഫാലു ഫായിഷത്തൻ അവലമു അൻഫുസഹും, അവരെന്തെങ്കിലും വൃത്തികേടുകൾ ചെയ്തു, മനുഷ്യനല്ലേ പറ്റിപ്പോവും, ഫായിഷത്തൻ, എന്തെങ്കിലും ഫായിഷായ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ നഫ്സിനോട് എന്തെങ്കിലും തെറ്റ് അവർ ചെയ്തെന്ന് വെച്ചാൽ ദേഷ്യപ്പെടുകയും ദേഷ്യത്തിന്റെ പേരിൽ പ്രവർത്തിക്കുകയും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ദക്കറുല്ലാ, അവർ അള്ളാഹിനെ ഓർക്കും അപ്പൊ തന്നെ. എന്നിട്ട് അള്ളാഹുവിനോട് അവർ ഫസ്തഗ്ഫിറൂ അവരുടെ തെറ്റിന് അവർ അള്ളാഹുവിനോട് പാപമോചനത്തിന് ചോദിക്കുന്നു. അവർ തെറ്റ് ചെയ്യില്ല എന്നല്ല അല്ല പറയുന്നത്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ഇതിനാലും ആരുമില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. തെറ്റ് പറ്റും നമുക്ക്. അപ്പൊ തെറ്റ് പറ്റിയ ഉടനെ അത് തിരിച്ചറിയാൻ അള്ളാഹുലേക്ക് തിരിച്ചു പോവുക. അതാണ് നമ്മളുടെ ടെസ്റ്റ്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹുവിനോട് അവർ പാപമോചനം ചെയ്യും. എന്നിട്ട് അള്ളാഹ് പറയുന്നത് ഇല്ലല്ലാന്ന്, അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരാനുള്ളത്? അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരാൻ? വമൻ യഗ്ഫിറു ദുനൂബ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അള്ളാഹ് പറയുന്നത് യുവർ ഫൊർഗിവ്നെസ് ഈസ് ഗ്യാരണ്ടീഡ് എന്നാണ് പറയുന്നത്. അള്ളാഹ് പുറത്തു തരാതെ എനിക്ക് എന്താണ് എനിക്ക് തടസ്സം നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട്? നിങ്ങൾ എന്നിലേക്ക് അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് എന്നിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ എന്തിനാണ് നിങ്ങൾ തിരസ്കരിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട്, ദാറ്റ് ഈസ് ഹൗ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അവർ റബ്ബ്. അള്ളാഹു നമ്മുടെ റബ്ബ് പുറത്തു തരുന്നവനാണ്, കണ്ടിന്യൂസ്ലി പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് ദേഷ്യം അനുഭവിക്കുന്നവരും ദേഷ്യത്തിന്റെ ഒരു പ്രോബ്ലം, ആങ്കർ പ്രോബ്ലം ഉള്ള എൻ്റെ ഈ സ്പീച്ച് കേൾക്കുന്ന എൻ്റെ ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, യു ഡോണ്ട് ഫീൽ ഹോപ്പ്ലെസ്. യു ഹാവ് യു ഹാവ് എ റബ്ബ് ഹു ഈസ് റഹ്മത്ത്, ഹു ഈസ് റഹ്മാനുർ റഹീമാണ്. ആ റഹ്മാനായ റഹീമായ റബ്ബിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ഏത് നിമിഷവും തിരിച്ചു പോകാം. ഒരു കാരണവശാലും നമ്മൾ ഹോപ്പ്ലെസ് ആവേണ്ട കാര്യമില്ല. തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. ഈ തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. യുവർ ആംഗ്രി പ്രോബ്ലം വിൽ സെറ്റിൽ ഡൗൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു എളുപ്പാക്കി തരട്ടെ നമുക്ക് എല്ലാവർക്കും. എന്നിട്ട് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അതായത് അവര് ഈ തെറ്റ് ചെയ്യും, എന്നിട്ട് അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിനോട് പ്രസാദിപ്പിക്കും. എന്നിട്ട് അവർ വലം യസിറു, അവരതിൽ പെർസിസ്റ്റ് ചെയ്യൂല. ദാറ്റ് കണ്ടീഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർക്ക് തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ they will try to come out of that problem, that sin. So they won't persist. അറിഞ്ഞുകൊണ്ട് അവരതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കൂല എന്ന്. അത് ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അള്ളാഹുലേക്ക് തിരിച്ചു പോകുകയും തെറ്റ് തിരുത്താനുള്ള ആ ഒരു, ഇപ്പൊ ആങ്കർ പ്രോബ്ലം ആണെങ്കിലും യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്, വർക്ക് അറൌണ്ട് ഇറ്റ്. ഹൗ ക്യാൻ ഐ, ഇപ്പൊ ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ആണെങ്കിലും ഇറ്റ്സ് എൻ അറ്റംപ്റ്റ് ഫ്രം യു to understand and make amends, or to
ടു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ആങ്കർ പ്രോബ്ലം കുറക്കാനും കൺട്രോൾ ചെയ്യാനും അതൊരു എഫേർട്ടാണ് നിങ്ങൾ ഇടുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അത് എളുപ്പമാക്കി തരട്ടെ. നൗ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഇത് നമ്മളെ ദുആണത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ്, എനിക്ക് ഒരു ദുവ പഠിപ്പിച്ചു തരണമെന്നല്ലേ, വിൽ യു, ഓ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, വിൽ യു നോട്ട് ടീച്ച് മീ എ സപ്ലിക്കേഷൻ വിച്ച് ഐ ക്യാൻ പ്രേ ഫോർ മൈ സെൽഫ് എന്ന്, എനിക്ക് വേണ്ടിയിട്ട് ദുവ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ദുവ നിങ്ങൾ പഠിപ്പിച്ചു തരുമോ യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് കൊടുത്ത ദുആണിത്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി വദ്ഹിബ് ഖൈല ഖൽബി എന്ന്. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരികയും എൻ്റെ കൽബിൽ നിന്ന് ദേഷ്യത്തിന് നീ വദ്ഹിബ് എന്നല്ലെങ്കിൽ റിമൂവ് എന്നാണ്. അപ്പോൾ അറബിക്ക് ദുവ അറബിക്കിൽ തന്നെ കാണാപ്പാഠം പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഈ സെക്ഷനെങ്കിലും, അതിന്റെ രണ്ടാമത്തെ സെക്ഷൻ നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ ഈ രണ്ട് പാട്ടെങ്കിലും അള്ളാഹു മഫ്ലി ദംബി വദീബ് ഖൈല ഖൽബി എന്നങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, കാരണം അതിനൊരു റസൂലുള്ളാന്റെ എന്താ പറയുക ബ്ലെസ്ഡ് ടങ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ്സ് ആയതുകൊണ്ട് അതിന്റെ ഒരു ബർക്കത്തുണ്ട്. അതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, പഠിച്ചു വെക്കുക. അൽഹംദുലില്ലാ. അതല്ല നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീപ് ഇറ്റ് സിമ്പിൾ, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞു, എന്നിട്ട് ഈ സംഭവത്തിന്റെ മലയാളം പറഞ്ഞു, യാ അല്ലാഹ്, എനിക്ക് എൻ്റെ തെറ്റുകൾ നീ പുറത്തു തരികയും എൻ്റെ ഹൽബിന്ന് എൻ്റെ ദേഷ്യം നീ റിമൂവ് ചെയ്യുകയും ചെയ്യണേ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇനഫ്. ദാറ്റ്സ് ഇനഫ്. വാട്ട് ഈസ് ഇൻവോൾവ് ഈസ് യുവർ സിൻസിയറിറ്റി ആൻഡ് ഇഖ്ലാസ് ആൻഡ് ഹൗ മച്ച് സിൻസിയർ യു ആർ ആൻഡ് ഹൗ മച്ച് യു ആർ മൈൻഡ്ഫുൾ വെൻ യു സേ ദാറ്റ്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോടാണ്. ഒരിക്കലും തിരസ്കരിക്കപ്പെടാത്ത ദുആകളാണ് അതൊക്കെ. അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് അത് റസൂലുള്ള പറഞ്ഞ ദുആ. ഇനി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദുആ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാണ് ഇത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ പറയൂ, റബ്ബി അഊദു ബിക മിൻ അമസാത്തി ഷയാത്തീൻ. അള്ളാഹുവേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, പിശാചുകളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അമസാത്തി ഷയാത്തീൻ, അവരുടെ ആ ഒരു വിസ്പേഴ്സ് ഉണ്ടല്ലോ, ദുർബോധനം, ഞങ്ങളെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ വിസ്പർ ചെയ്യുന്നത്, എന്നിട്ട് നമ്മളെ പിരികേറ്റുന്ന സംഭവം, അതിനെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നത്. അള്ളാഹ് പറയുന്നത്, നിങ്ങൾ ഈ രീതിയിൽ ദുആ ചെയ്തു, ദിസ് ഈസ് ദ കലാം ഓഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. യു ടേക്ക് ഇറ്റ് ആൻഡ് യു വിൽ ബി ഫൈൻ. അൽഹംദുലില്ലാഹ്, യുവർ ആങ്കർ പ്രോബ്ലം വിൽ ബി ഗോൺ ഫോർ വിത്ത് ദ ബ്ലെസ്സിംഗ് ഓഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അടുത്ത ലൈനിൽ, അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅഊദു ബിക റബ്ബി അൻ യഗ്ളുറൂൻ. അള്ളാഹുവേ, ഞാൻ അവർ എൻ്റെ അടുത്ത്, ആളിർ എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന സംഭവമാണല്ലോ, ഇത് അറബിക്കാണ് അതിന്റെ റൂട്ടെങ്കിൽ, ആളിറാവുന്നതെന്ന് പറഞ്ഞത്. അവര് ഈ ശൈത്താന്മാർ എൻ്റെ മുമ്പിൽ ആളിറാവുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം വി ഡോണ്ട് വാണ്ട് ഷയാത്തീൻ ഫോഴ്സസ് ടു കം ആൻഡ് സർക്കുലേറ്റ് അറൗണ്ട് us. This dua is so beautiful. I hope you will take it very seriously and you will memorize this dua and make a habit of saying it, inshallah. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പാക്കി തരട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ്, 7 മണിയായി, 7:03 അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇവിടെ നിർത്താം തൽക്കാലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതൊക്കെ ഒരു സാലിയായ അമലാക്കട്ടെ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഖൈർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വന്നതാണ്. വി നോ ദാറ്റ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വന്നതാണ്. ഞാൻ പറഞ്ഞതിലും ചെയ്തതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ നഫ്സും നമ്മളെ കൊണ്ട് ശൈത്താൻ ഇതാക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ ഇടയിൽ ആങ്കർ പ്രോബ്ലമായിട്ട് സഫർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാര്യങ്ങൾ എളുപ്പാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാക്ക് ടു ഡാന for opening the floor for any question answers or any feedbacks and all that. After that, ഒരു 2-3 മിനിറ്റ്സിൽ ഞാൻ എന്തെങ്കിലും ഒരു ദുആ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഡാന, ഇൻഷാ അല്ലാഹ്. Alhamdulillah, we've just been blessed with a truly enlightening and beneficial talk. Alhamdulillah, Jazakumullah khairan Sharifika. അൽഹംദുലില്ലാഹ്. The session not only deepened understanding and management of anger, ദേശത്തിന് ആഴത്തിൽ മനസ്സിലാക്കുക മാത്രമല്ല, has inspired actually me, I think everyone the same, inspired me to reflect on me. ഇനി ഞാൻ എങ്ങനെയാണ് മാറുക, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു തോട്ടാണ് ഇറ്റ്സ് ഗോയിങ് ത്രൂ മൈ ഹെഡ്. It's timely, relevant, hoping that we can apply in our daily lives. അൽഹംദുലില്ലാഹ്. ആമീൻ. അല്ലാഹു എളുപ്പാക്കി തരട്ടെ. നമുക്കിന്ന് കിട്ടിയ ഈ അറിവ് പ്രാവർത്തികമാക്കാനും ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ആമീൻ. ആമീൻ ആമീൻ യാ നമ്മുടെ റബ്ബൽ കയ്യിൽ നിന്ന് ആലമീൻ. വന്നു പോയത് പുറത്തു തരട്ടെ. ആമീൻ. ആമീൻ യാ റബ്ബ്.
അപ്പോൾ ടൈം കളയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ഹാൻഡ് റൈസ്, അൺമ്യൂട്ട് ചെയ്ത് തരാം ഇൻഷാല്ലാ ഇഫ് യു വോണ്ട് ടു. ഇഫ് നോട്ട്, ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഷെരീഫക്ക. പറയും. ഹൗ ക്യാൻ വി ഡീൽ വിത്ത് എ ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ ഇൻ അവർ ലൈഫ്? ആ കറക്റ്റ്. ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ ഇൻ അവർ ലൈഫ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഡോക്ടർ ഐഫ യൂനസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഖുർആൻ സുന്ന ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഈ നോൺ നെഗോഷ്യബിൾ റിലേഷൻഷിപ്പ് എന്ന് അവർ പറയുന്നുണ്ട്. ബേസിക്കലി ഡോക്ടർ ഐഫ യൂനസ്, ഷീ ഈസ് എൻ ഒബ്സ്ട്രിട്രീഷ്യൻ ഗൈനക്കോളജിസ്റ്റ്, ബട്ട് ഷീ ഈസ് എ ഷീസ് എ ബ്യൂട്ടിഫുൾ. അവർ ഇസ്ലാമിക് അവർ സ്കോളർലി ലെവലിൽ അവർ ഒരുപാട് സ്പീച്ചസും മറ്റേ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലേ. അവർ ഇന്ന് പറയുന്നത് റബ്ബന ലാ തുസിഗ ഖുലൂബന, റബ്ബന ലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൽ ലില്ലദീന ആമനു എന്ന്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആ ഒരു റീൽ കുറച്ച് ഒരു മിനിറ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ അവർ പറയുന്നതും ഇതാണ്, ഈ നമ്മളുടെ ചുറ്റും നമ്മളെ ഈ നോൺ നെഗോഷ്യബിൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എൻ്റെ വൈഫ്, എൻ്റെ ഉപ്പ ഉമ്മാവും എൻ്റെ മക്കളും, ഇത് നോൺ നെഗോഷ്യബിൾസ് ആണ്. അതായത് ഇത് എൻ്റെ ചോയ്സ് അല്ല, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൂസ് ചെയ്തതാണ്. പക്ഷേ അവർ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കണമെന്നില്ല നമുക്ക്. അവരുടെ ഒരുപാട് ബോഡി ലാംഗ്വേജസ് ആണെങ്കിലും അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, അവരുടെ രീതി, അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാം. അതൊരു അള്ളാഹുവിൻ്റെ ഒരു ടെസ്റ്റ് ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അൽഹംദുലില്ലാ നമ്മൾ ഹൈറായി. ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി, ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ചുറ്റും ഉള്ള ആൾക്കാർ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആൾക്കാർ ആണ് എങ്കിൽ, ഇറ്റ് ഈസ് എ ചാലഞ്ച്, ഒരു ഡിഫിക്കൽട്ട് ടെസ്റ്റ് യു വിൽ ബി ഗോയിങ് ത്രൂ. ആൻഡ് ഇഫ് യു ആ ഒരു മൈൻഡ് സെറ്റ്, നമ്മളുടെ ഒരു ഫോക്കസ് ഇത് ഐ എം ട്രൈങ് ടു വർക്ക് ഓൺ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് വിത്ത് അള്ളാഹ്സ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ വാതിലുകൾ തുറക്കപ്പെടും. കാരണം അള്ളാഹു അൽ ഫത്താഹാണ്, അള്ളാഹു ഓപ്പൺ ചെയ്ത് തരും. ഫസ്റ്റ് വി ഹാവ് ടു ടേക്ക് ദാറ്റ് ഇനീഷ്യേറ്റീവ് ഫ്രം അവർ സൈഡ്. വാട്ട് ക്യാൻ ഐ ഡു ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട്. കാരണം മറ്റേ ആൾ, അത് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ ആളുടെ ഹൽബും ഹൃദയവും മനസ്സും വികാരങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ ആ ഒരു അള്ളാഹ്ക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മതി കാര്യങ്ങളെ മാറ്റിമറിക്കാൻ. പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു എഫേർട്ട്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വേണം. അപ്പൊ ആ ഒരു ഇറ്റ്സ് ഓൾ അബൌട്ട് അപ്രോച്ചിങ്, ഹൗ ആർ യു ഗോയിങ് ടു അപ്രോച്ച് ദ സിറ്റുവേഷൻ, പെർട്ടിക്കുലർലി വെൻ ഇറ്റ് കംസ് ടു ദി നോൺ നെഗോഷ്യബിൾ റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹസ്ബൻഡ് ആവാം, അത് നമ്മളെ വൈഫ് ആവാം, നമ്മളെ മക്കളാവാം. അപ്പൊ ആ ഒരു ഇത് വരുമ്പോൾ ആ പ്രോബ്ലമിനെ റെക്കഗ്നൈസ് ചെയ്യുകയും അതേ നാണയത്തിൽ തിരിച്ചടിക്കാതിരിക്കുകയും ചെയ്യുക. കാരണം അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട് എങ്കിൽ, തിരിച്ച് അങ്ങോട്ട് നമ്മളും അഗ്രഷൻ ആവുന്നുണ്ടെങ്കിൽ, നോ ദാറ്റ് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ഷയാത്തീൻ. അപ്പോൾ അള്ളാഹു എളുപ്പാക്കി തരട്ടെ. അത് ചോദ്യം ചോദിച്ച ആരാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കും എല്ലാവർക്കും സമാധാനം എത്തിച്ചേരും. A person replied saying that they've been taking all initiative from her side or his side for the sake of Allah. ഓക്കെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു എളുപ്പാക്കട്ടെ. ഞാൻ ഈ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ആങ്കർ എന്ന് പറയുന്ന ടോപ്പിക്, കാരണം നമ്മൾ ആ ക്ലിനിക്കിന്റെ ഇടയിലും നടക്കാൻ പോകുമ്പോഴും ഒക്കെ ആങ്കർ എന്നുള്ള ഒരു ടോപ്പിക്കിനാണ് ഞാൻ കേട്ടുകൊണ്ടിട്ടുള്ളതും പോഡ്കാസ്റ്റ് ആണെങ്കിൽ വായിച്ചുകൊണ്ടുള്ളത്. ദാറ്റ് ഈസ് വെരി ഓവർവെൽമിങ്. ഞാൻ പല സമയത്ത് ഞാൻ ഡാർനോട് നേരത്തെ പ്രീ സെഷനിൽ പറഞ്ഞതുപോലെ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ശരിക്കും എനിക്ക് കാറിന്റെ ഡോർ തുറക്കേണ്ടി വന്നു. കാരണം ഐ ഫെൽറ്റ് സഫക്കേറ്റഡ്, ഐ ഫെൽറ്റ് സംതിങ് ദറ്റ് ഇസ് അതൊരു നെഗറ്റീവ് എനർജിയാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് നോട്ട് ഈസി, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇമോഷൻ ടു ഡീൽ വിത്ത്. May Allah subhanahu wa ta'ala make it easy for that person who asked that question. Allah എളുപ്പാക്കി കൊടുക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിന്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഒരുപാട് പ്രാവശ്യം എനിക്ക് ട്രിഗറായി. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ഹേർട്ട് ആക്കപ്പെട്ട ആൾക്കാരാണ്, അൺജസ്റ്റ് ആയിട്ടും അൺഫെയർ ആയിട്ടും നമ്മളൊക്കെ അനുഭവിച്ചാണ്. പക്ഷെ നമ്മൾ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പൊക്കിക്കൊണ്ടുവന്നതാണ് ഹിദായത്തിലേക്കും അള്ളാഹുവിന്റെ ആ ഒരു ഇതിലേക്കും. അപ്പോൾ വി ആർ നോട്ട്, അതൊക്കെ നമ്മൾ ഫൊർഗീവ് ചെയ്ത് അങ്ങനെ 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 പോയതാണ്. പക്ഷെ ഈ സബ്ജക്റ്റിലേക്ക് ഇത് വരുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ, അതൊക്കെ തിരിച്ച് ഓർമ്മ വരുമ്പോൾ പലപ്പോഴും ഞാൻ ട്രിഗർ ആയി പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ ഒരു സ്പീച്ച് കേൾക്കുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു 74 അൽഹംദുലില്ലാ ഇപ്പോഴും ആൾക്കാർ അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇത് അള്ളാന്റെ ഹെൽപ്പാണ്. അൽഹംദുലില്ലാ, നിങ്ങൾ ഈ കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ട്രിഗർ ആകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് you have to seek professional help from the psychologist, preferably Islamic psychologist, who work on these principles of Islamic psychology and all that. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്കും അവർക്കും ഒരേ പ്ലാറ്റ്ഫോമിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഡോണ്ട് ഹെസിറ്റേറ്റ്
ടു സീക്ക് ഹെൽപ്പ് ഫ്രം പ്രൊഫഷണൽസ്. നമ്മുടെ നാട്ടിലുള്ള ഭയങ്കര ടാബു ആണ്. മാനസിക ആരോഗ്യത്തിന് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോകുന്നത് നമുക്ക് ഭയങ്കര ടാബു ആണ്. നമുക്ക് ഇപ്പം മാറി വരുന്നുണ്ടാവും, അള്ളാഹു ഉസ്മാനത്തിൽ എളുപ്പാക്കിയത്. ഒരു നാണക്കേടും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ അമാനത്താണ്, നിങ്ങളുടെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും നിങ്ങളത് പ്രൊട്ടക്ട് ചെയ്യുക തന്നെ വേണം. നിങ്ങൾ സൈലന്റ് ആയിട്ട് സഫർ ചെയ്യുകയും നിങ്ങൾ സപ്രസ് ചെയ്ത് ഇമോഷന്, ആങ്കർ, ഇങ്ങനെ അല്ലെങ്കിൽ എന്ത് ഇമോഷൻ ആണെങ്കിൽ ഇതിൽ ഒതുക്കി ഒതുക്കി വെച്ച് നിങ്ങൾ ഈ ഹെൽത്ത് റിലേറ്റഡ് കണ്ടീഷൻസ് ആയിട്ട് വരികയും നിങ്ങളുടെ പെരുമാറ്റത്തിൽ അത് ഇതായിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള കുടുംബത്തിലുള്ള മറ്റ് മക്കളാണെങ്കിൽ ഭാര്യമാരാണെങ്കിൽ ഭർത്തമാരെ എഫക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇമോഷൻ കയറി പോകുന്നുണ്ട് എങ്കിൽ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. Psychologist and clinical psychologist and Islamic psychologist, they will help you. They will help you to navigate through that situation. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അതും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യണം. പ്രാർത്ഥനയുടെ കൂടെയും ഈ ദിക്റിന്റെ പ്രാർത്ഥനയും ഇസ്ലാമിക് ഇതിന്റെ കൂടെ തന്നെ there should be no hesitation to seeking expert help. ഞാനിപ്പോൾ ജനറൽ പ്രാക്ടീഷണർ ആയതുകൊണ്ട് ഞാൻ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് പേഷ്യൻസിനെ കാണലുണ്ട്, ഞാനൊരു ബ്രീഫ് കൗൺസിലിംഗ് കൊടുക്കലുണ്ട്, എന്നിട്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ ആ ബെനിഫിറ്റ് കാണുന്നത് കൊണ്ട് കൂടി പറയുന്നതാണ്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ഇസ്ലാം, there is no harm in reaching out to the professionals and you should do that. ആൻഡ് ഇറ്റ് ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ അമാനത്താണ്. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇതിലേക്ക് പുറംതിരിഞ്ഞ് നിൽക്കാനുള്ള ഒരു റൈറ്റും നമുക്കില്ല. യു വിൽ ബി ഡൂയിങ് സംതിങ് റോങ്. Allah knows best, but let's be proactive. Alhamdulillah, may Allah make it easy for us. Ameen ya Rabb. Another Now, question, Sharifika. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഷുവർ, ഞാൻ ഒന്ന് വായിച്ചുകൊണ്ട് വരുന്നത്. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറൻ വഇയ്യാക്കും. നെക്സ്റ്റ്, this loom came to me at the right time. Definitely from Allah al-Hadi. Alhamdulillahi Rabbil Alameen. How to be silent if we see mistakes and get triggered, especially in professional life, dealing with the patients. Okay, my scene. Now, how to be silent if we see mistakes and get triggered, especially in professional life, dealing with the patients. Dealing with the patients. Mistakes. Yeah. ഇതില്ലേ ടൈപ്സ് ഓഫ് ആങ്കർ ഞമ്മക്ക് മിക്കവാറും ഒരു സെഷൻ കൂടി ചെയ്യേണ്ടി വരില്ല. ഏട്ടാണ് ഞാൻ ഈ ടൈപ്സ് ഓഫ് ആങ്കർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരുപാട് ടൈപ്സ് ഉണ്ടല്ലോ. അതിൽ ഈ എഫർമേറ്റീവ് ആങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫർമേറ്റീവ് ആങ്കർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഫർമേറ്റീവ് ആങ്കർ ഉണ്ട്, അഗ്രസീവ് ആങ്കർ ഉണ്ട്, പാസീവ് ആങ്കർ ഉണ്ട്. ഞാനൊക്കെ പാസീവ് ആങ്കറിന്റെ ആളാണ്. അതായത് എന്നെ ആരെങ്കിലും ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തിരിച്ചു പറയില്ല, പക്ഷെ എൻ്റെ ബോഡി ലാംഗ്വേജിലും എൻ്റെ ഇതിൽ ടോണിലും അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ആളുടെയോടുള്ള ഈ ഇടപെടലുകളിലൊക്കെ ഇപ്പൊ ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിലെ പേഷ്യൻസിലുള്ള ഇടപെടലിൽ ഞാൻ പറയുന്നതാണ്, ഐ വെന്റ് ഔട്ട് ബൈ ബീങ് പാസീവ്ലി അഗ്രസീവ്. അപ്പൊ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ ഇപ്പൊ ചിലപ്പോൾ പറ്റിപ്പോകുന്നതാണ്. അപ്പൊ അത് പാസീവ് ആങ്കർ ആണ്, അഗ്രസീവ് ആങ്കർ ഉണ്ട്, വോളറ്റൈൽ ആങ്കർ ഉണ്ട്, ഹബിച്വൽ ആങ്കർ ഉണ്ട്. അതൊക്കെ റോങ്. ഒരു ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ആങ്കർ ആണ്. ഒരൊറ്റ ബെനിഫിഷ്യൽ ടൈപ്പ് ഓഫ് ആങ്കർ ഈസ് എഫർമേറ്റീവ് ആങ്കർ. ഇപ്പൊ സിസ്റ്റർ ഇവിടെ പറഞ്ഞ പോലെ you don't need, we should not be become silent. ഇപ്പൊ ഈ ബേസിക്കലി ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ആങ്കർ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സ്ട്രെസ് ആവും നമ്മുടെ ജീവിതത്തില്, അല്ലെങ്കിൽ നമ്മൾ ടയർഡ് ആയിരിക്കാം, നമ്മൾ ഫിസിക്കലി പെയിൻ അനുഭവിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് കാണുമ്പോൾ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ പാലസ്തീനിലും ലിബിയയിലും ഒക്കെ നമ്മൾ കാണുന്ന ആ ഒരു സംഭവത്തിൽ വി ഫീൽ ആംഗ്രി. And that anger is justified, my dear brothers and sisters. That anger is justified. അവിടെയാണ് ഈ സിസ്റ്റർ പറയുന്നത്, if we see mistakes around us, we will feel triggered. And there's no problem with that. There's nothing wrong in that. But the question is how we are going to respond to that anger. Are we going to fight out and make it to mottam kolam? Or are we taking some strategies to solve the problem? If it is solvable, നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. നമുക്കൊരു വ്യക്തി എന്നുള്ള നിലക്കും നമുക്ക് ആ ഒരു ജോലിയിലാണെങ്കിൽ ആ ഒരു സ്ഥാനത്ത് എൻ്റെ റോൾ എന്താണ് റബ്ബേന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിൽ ആ ഒരു റോളിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കിളാണ് എൻ്റെത് എങ്കിൽ ഐ യൂസ് മൈ അള്ളാഹ് എനിക്ക് തന്ന കഴിവ് വെച്ചിട്ട് ഞാൻ ടേക്ക് ഇനീഷ്യേറ്റീവ് ടു സോൾവ് ദാറ്റ് സിറ്റുവേഷൻ. ബിക്കോസ് ആ ട്രിഗർ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു സിഗ്നലാണ്. നമുക്കത് ആ തെറ്റ് കണ്ടപ്പോൾ നമ്മൾ ട്രിഗർ ആയതും തെറ്റ് കണ്ടതും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നതാണെന്ന്, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വരുന്നതാണെന്ന് അറിയുകയും അതിനൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് നടത്തുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ. ഐ ഹോപ്പ് ദാറ്റ് ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ, ബട്ട് പ്രോബബ്ലി നോട്ട്. മേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൈഡ് യു ടു ടേക്ക് ദ റൈറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ദാറ്റ്. Alhamdulillah Rabbil Alameen. From the other co-working staffs, yeah, it's challenging. I can understand. Alhamdulillah, yeah. When you work in work situations can be tricky.
ബിക്കോസ് ആൾക്കാർ ഓരോ ടൈപ്പ് അല്ലേ, സോ തിങ്സ് വിൽ ട്രിഗർ അസ്. അള്ളാഹ് എളുപ്പാക്കട്ടെ. Non-negotiable relationship when the spouse anger and other issues are so much that it hurts us a lot and spouse has no intention to correct. How do we treat it? And non-negotiable relationship. അതന്നെ this is where I stop and കാരണം നമ്മൾ ബൗണ്ടറീസ് അറിയണമല്ലോ. ഞാനൊരു ജനറൽ പ്രാക്ടീഷണർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഒബിയസ്ലി ദീസ് ആർ ദർ ആർ ഫ്യൂ തിങ്സ് വിച്ച് യു ഫീൽ ലൈക്ക് യു ആർ അൺഎബിൾ ടു ഹാൻഡിൽ യുവർ സെൽഫ്. സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സീക്ക് കൗൺസിലിംഗ് ത്രൂ ദ സൈക്കോളജിസ്റ്റ്, ട്രെയിൻഡ് പീപ്പിൾ, ദേ നോ ഹൗ ടു ലിസൺ and how to advise. So that is where that's what I would recommend. Seek help from professional people who can guide you, inshallah. Allah subhanahu wa ta'ala എളുപ്പാക്കി തരട്ടെ. Alhamdulillah. Yeah, I can understand. It's difficult. Alhamdulillah, Allah എളുപ്പാക്കി തരട്ടെ. അത് എഴുതിയ ആരാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സബറും നിങ്ങളുടെ പാർട്ട്ണറിനെ തിരിച്ചറിയാനുള്ള ആ ഒരു ഇതും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കട്ടെ. കാര്യങ്ങൾ എളുപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ ഡാന. That's it, Sharifika. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? We definitely will need a session, Sharifika. Session, inshallah. ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയറിലെ ഇതാക്കിയിട്ട് എടുക്കാം അല്ലേ നമുക്ക്, ഇൻഷാല്ലാ. Inshallah. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിർത്താം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓക്കെ, we'll make dua അല്ലേ? Yes. Okay. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم اغفر لنا ذنوبنا يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إننا آمنا فاغفر لنا ദുനൂബന ഫിന അദാബന്നാർ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ അള്ളാഹ്. അള്ളാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം. അള്ളാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. അള്ളാഹു ഞങ്ങൾക്ക് നീ സമാധാനം തരണേ റഹ്മാനായ റബ്ബേ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് ദേഷ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ആ ദേഷ്യം കൊണ്ട് ബുദ്ധിമുട്ടുകയും കുടുംബത്തിൽ നോൺ നെഗോഷ്യബിൾ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാർ, സ്വന്തം ഭർത്താവാണെങ്കിൽ ഭാര്യയാണെങ്കിൽ മക്കളുടെ ദേഷ്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും അള്ളാഹുവെ നീ സഹായം എത്തിച്ചു കൊടുക്കണേ റഹ്മാനായ റബ്ബെ. അവരുടെ കാര്യങ്ങൾ നീ എളുപ്പാക്കണേ അള്ളാഹ്. അവരുടെ ബന്ധത്തിൽ നീ ഒരുമത്തും റഹ്മത്തും ഇറക്കി കൊടുക്കണേ റഹ്മാനായ റബ്ബെ. ഞങ്ങളെ വിശുദ്ധ ഖുർആനിലേക്ക് നീ ഞങ്ങൾ അടുപ്പിക്കണേ അള്ളാഹ്. ഖുർആനിലൂടെ ഞങ്ങൾക്ക് ഷിഫ നൽകണേ റഹ്മാനായ റബ്ബെ. അള്ളാഹുവെ, നിന്നിലേക്ക് അടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ നീ സഹായിക്കണം റബ്ബെ. ഒരു 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിന്നിലേക്ക് അടുക്കാനും നീ തൃപ്തിപ്പെടുന്നവരെ, നിന്റെ റിളാവിലേക്ക് എത്തിപ്പെടുന്നവരെ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനായ റബ്ബെ. ഈ ലോകത്ത് ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും നീ സമാധാനം എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. പഠിച്ചാണ് ലാലിമീങ്ങളെ തൊട്ടും കാഫിര്യങ്ങളെ തൊട്ടും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയവരെ തൊട്ട് അള്ളാഹു നിന്റെ ദീനിനും നിന്റെ അടിമകളെയും നിന്റെ സെർവൻസിനും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനായ റബ്ബെ. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബക്കാർ, അവർക്ക് ബർസക്കിൽ നീ സമാധാനം ഉണ്ടാക്കുകയും നാളെ അവരും ഞങ്ങളും നിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ റഹ്മാനായ റബ്ബെ. അള്ളാഹു കത്തിയാളുന്ന നരകത്തെ തൊട്ട്, ഹക്കായ നരകത്തെ തൊട്ട്, തീർച്ചയായിട്ടും യഖീനായ നരകത്തിന്റെ ആ അദാബിനെ തൊട്ട് അള്ളാഹു ഞങ്ങളെ എല്ലാവരും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനായ റബ്ബെ. നിന്റെ ജന്നത്തിലേക്ക് നീ ഞങ്ങളെ ജന്നത്തി എന്ന് പറഞ്ഞിട്ട് നിന്റെ ജന്നത്തിലേക്ക് കടന്നു വരൂ എന്ന് പറയുന്ന ആ ഒരാൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ആക്കി തീർക്കണേ അള്ളാഹു. നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. നീ സൂറത്തിൽ യാസീനിൽ പറയുന്ന സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം, ഞങ്ങൾ ജന്നത്തിലേക്ക് കയറുമ്പോൾ സലാം എന്ന് പറഞ്ഞിട്ട്, സലാമായ നീ, സലാം ശാന്തിയും സമാധാനത്തിൻ്റെയും സോഴ്സായ നീ സലാം പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ആക്കി അനുഗ്രഹിക്കണേ അള്ളാഹ്. എന്നെന്നും നിലനിൽക്കുന്ന ആ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ തന്നെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനായ റബ്ബെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ
والسلام على المرسلين والحمد لله والحمد لله والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. Back to Assalamu you. alaikum wa barakatuh. Jazakumullah khairan, each one of you, for your attention and your participation. സമാധാനവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അമീൻ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عليكم السلام ورحمة الله وبركاته.